സ്വർണം പൊട്ടിക്കലിന്റെ കഥകൾ, അധോലോക കഴിഞ്ഞാട്ടങ്ങൾ, അത് ചെങ്കൊടിയുടെ മാർഗമല്ല. ചെങ്കൊടി അതിന്റെ പാർട്ടിയല്ല. കയ്യൂരിലും കരുവള്ളൂരിലും തെല്ലങ്കേരിയിലും മുനിയൻകുന്നിലും കാവമ്പായിലും മുഞ്ചികത്തും തെലങ്കാനയിലും തേപാകയിലും ശൂരനാട്ടും എല്ലാം ഒരുപാട് മനുഷ്യർ ചോരകെടുത്തുണ്ടാക്കിയ പാർട്ടിയാണത്. അവരുടെ ചോരയുടെ നിറമാണ് ചെങ്കൊടിക്കുള്ളത്. ആ ചെങ്കൊടി തണലിൽ ഒരിക്കലും അധോലോക സംസ്കാരവും വളരാൻ പാടില്ല എന്നാണ് കമ്മ്യൂണിസ്റ്റ് നിലപാട്. ആ നിലപാട് CPIക്കുമുണ്ട്, ആ നിലപാട് CPMനും ഉണ്ടാകാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടിക്ക് മുഖ്യമന്ത്രിയുടെ ശൈലിയും CPIഎമ്മിന്റെ ഇടത് സ്വഭാവം കൈമോശം വന്നതും പ്രധാന കാരണങ്ങളായി അവതരിപ്പിച്ചുള്ള വിമർശനങ്ങളാണ് CPIയുടേത്. മുഖ്യമന്ത്രിയുടെ ശൈലിക്കെതിരെ CPIഎമ്മിന്റെ തന്നെ ജില്ലാ നേതൃത്വങ്ങളിലും വിമർശനമുണ്ട്. തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പ്രധാന കാരണങ്ങളിൽ ഒന്നായി കോൺഗ്രസിനൊപ്പമുള്ള ദേശീയ ബദലിൽ ന്യൂനപക്ഷ വോട്ടുകൾ ചോർന്നതാണെന്ന വാദം കേരള ഘടകം കേന്ദ്ര കമ്മിറ്റിയിൽ അവതരിപ്പിക്കുമ്പോഴാണ് പിണറായി ശൈലിയിൽ തിരുത്തലിനായി മുറവിളി ഉയരുന്നത്. പാർട്ടിയിൽ നിന്നും മുന്നണിയിൽ നിന്നും ഒളിഞ്ഞും തെളിഞ്ഞും ഉയരുന്ന വിമർശനങ്ങൾ കേൾക്കേണ്ടവർ കേൾക്കുമോ? എൻകൗണ്ടർ പരിശോധിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം എൻകൗണ്ടർ പ്രൈമിലേക്ക്. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മളോടൊപ്പം ഉള്ളത് മാധ്യമ നിരീക്ഷകനും ഇടത് സഹയാത്രികനുമായ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, സാമൂഹിക നിരീക്ഷകൻ ശ്രീ MN കാരശ്ശേരി, യുവതയോട് അറിയണം പിണറായിയെ എന്ന ഡോക്യുമെന്ററിയുടെ സംവിധായകൻ. പിന്നീട് അദ്ദേഹം ആ ഡോക്യുമെന്ററി ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് പിൻവലിച്ചിരിക്കുകയാണ്. അദ്ദേഹം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ശ്രീ KR സുഭാഷ്, അതോടൊപ്പം തന്നെ ഡോക്ടർ ജിൻഡോ ജോൺ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ഈ ചർച്ചയിൽ പങ്കെടുക്കാനുണ്ട്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, വളരെ രൂക്ഷമായ വിമർശനങ്ങൾ പിണറായി ശൈലിക്കെതിരെ പലയിടങ്ങളിൽ നിന്നും ഉയരുന്നുണ്ട്. അതിപ്പോൾ CPMനകത്ത് നിന്ന് ഉയരുന്നുണ്ട്, ഇടതുമുന്നണിക്ക് അകത്ത് ഉയരുന്നുണ്ട്. CPI സംസ്ഥാന സെക്രട്ടറി ഏതാണ്ട് മറയില്ലാത്ത തരത്തിൽ ഈ ഇടതുമുന്നണി സംവിധാനത്തിനകത്ത് കാര്യമായ മാറ്റങ്ങൾ ആവശ്യമാണ് എന്ന് തുറന്നു പറഞ്ഞു കഴിഞ്ഞു. ഈ പിണറായി ശൈലി മാത്രമാണോ വിമർശിക്കപ്പെടേണ്ടത്? അതല്ല, ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ വെളിച്ചത്തിൽ മറ്റ് എന്തെല്ലാം കാര്യങ്ങളിലാണ് CPIഎമ്മിനും ഇടതുമുന്നണിക്കും ഒരു ആത്മപരിശോധന ആവശ്യമായിട്ടുള്ളത്? CPIയുടെ ഈ സ്വഭാവത്തിലുള്ള, ഈ ഭാഷയിലുള്ള വിമർശനത്തിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? ഞാൻ വരാം ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, താങ്കളിലേക്ക് ഞാൻ വരാം. എനിക്കൊന്ന് ചെറിയ സാങ്കേതിക പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഞാൻ വിചാരിക്കുന്നു താങ്കൾക്ക് കേൾക്കാൻ കഴിയുമെന്നാണ്. സർ, ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ പശ്ചാത്തലത്തിൽ പലതരത്തിലുള്ള വിമർശനങ്ങൾ CPM നേതൃത്വം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പാർട്ടിക്ക് അകത്ത് നിന്ന്, മുന്നണിക്ക് അകത്ത് നിന്ന്. ഇപ്പോൾ CPI കടുത്ത ഭാഷയിൽ വിമർശനങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു. അതിലൊന്ന് പിണറായി ശൈലിയെ കുറിച്ചാണ്. പക്ഷേ ഇടതുപക്ഷ സംവിധാനത്തിലാകെ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട് എന്നാണ് CPIയുടെ ഓർമ്മപ്പെടുത്തലും മുന്നറിയിപ്പും. CPIയുടെ ഈ രൂക്ഷമായ ഭാഷയിലുള്ള തുറന്നു പറച്ചിലിനെ ഏത് തരത്തിലാണ് മനസ്സിലാക്കേണ്ടത്? ഈ വിമർശനങ്ങളുടെ കാതൽ എന്താണ്? 2024 പൊതു തെരഞ്ഞെടുപ്പിൽ CPIഎമ്മിനും CPM നേതൃത്വം നൽകുന്ന മുന്നണിക്കും വളരെ പരിതാപകരമായ രീതിയിലുള്ള പരാജയമുണ്ടായി എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാവില്ല. അതിനുള്ള കാരണങ്ങൾ പല തലങ്ങളിൽ, പല വേദികളിൽ വിലയിരുത്തപ്പെടുന്നുണ്ട്. അതിനൊരു ആത്യന്തികമായ ഒരു ഫലം പിന്നീട് നമുക്ക് അറിയാൻ കഴിഞ്ഞേക്കാം. CPI എന്നത് ആ മുന്നണിയിലെ പ്രമുഖമായ കക്ഷിയാണ്. അതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. CPIഎമ്മിനൊപ്പം മുന്നണിയിൽ അല്ലെങ്കിൽ ഇടതുപക്ഷത്ത് സജീവമായി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. ആ പാർട്ടിക്കും അവരുടേതായ നിലപാട് ഉണ്ടാകും. ആ നിലപാടാണ് ഇപ്പോൾ അവരുടെ സെക്രട്ടറി ബിനോയ് വിശ്വത്തിലൂടെയും മറ്റും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിലെന്തെങ്കിലും അസ്വാഭാവികത ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അത്തരം അഭിപ്രായ പ്രകടനങ്ങളും വിമർശനങ്ങളും സ്വയം വിമർശനപരമായ വിലയിരുത്തലുകളും അതിലൂടെയാണ് തെറ്റുതിരുത്തി മുന്നോട്ട് പോകാൻ ഏത് പ്രസ്ഥാനത്തിനും കഴിയേണ്ടത്. അതുകൊണ്ട് അത് ഒരു വിധ്വംസക പ്രവൃത്തിയായി അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണിയെ ബലഹീനമാക്കുന്നതിനുള്ള നീക്കമായി വ്യാഖ്യാനിക്കാതെ ആ എല്ലാ വിമർശനങ്ങളെയും, CPI ഉൾപ്പെടെ ഉയർത്തപ്പെടുന്ന എല്ലാ വിമർശനങ്ങളെയും നല്ല മനസ്സോടെ സ്വീകരിച്ചുകൊണ്ട് ക്രിയാത്മകമായ വിലയിരുത്തലും തീരുമാനങ്ങളുമാണ് ഉണ്ടാകേണ്ടത്.
ഇത് വസ്തുനിഷ്ഠമായ, താങ്കൾ പറഞ്ഞ ഒരു വിധ്വംസക പ്രവർത്തനമായി കാണേണ്ടതില്ല, പ്രധാന ഘടകകക്ഷി എന്ന നിലയിൽ CPIയുടെ വിമർശനങ്ങളെ മാനിക്കണം എന്നാണല്ലോ. ഇത് വസ്തുനിഷ്ഠമായ ഒരു വിമർശനമായി, അല്ലെങ്കിൽ കേരളത്തിൻ്റെ പൊതു സാമാന്യം പോലും മനസ്സിലാക്കിയെടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലേക്കാണ് CPIയുടെ വിമർശനങ്ങൾ വിരൽ ചൂണ്ടുന്നത്, വെളിച്ചം വീശുന്നത് എന്ന അഭിപ്രായമുണ്ടോ ശ്രീ സെബാസ്റ്റ്യൻ പോൾ? അതായത് ഞാൻ പറയുന്നത് മുഖ്യമന്ത്രിയുടെ ശൈലി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ, മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളിൽ ജനങ്ങൾക്ക് ആശയക്കുഴപ്പമുണ്ടായി എന്നതടക്കം ഉള്ള ഈ പ്രധാനപ്പെട്ട വിമർശനങ്ങൾ, ആ വിമർശനങ്ങളെ താങ്കൾ സ്വീകരിക്കുന്നുണ്ടോ, താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ? മുഖ്യമന്ത്രിയുടെ പ്രവർത്തന ശൈലി, അദ്ദേഹത്തിൻ്റെ മകൾ ഉൾപ്പെട്ട ചില വിവാദങ്ങൾ, ആ കാര്യങ്ങളിലൊക്കെ CPIക്കോ അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണിക്കോ പുറത്തു നിൽക്കുന്ന പാർട്ടികൾക്ക് മാത്രമല്ല, CPIഎമ്മിനകത്തു നിന്ന് തന്നെ വിമർശനം ഉയർന്നു വന്നിട്ടുണ്ട്. CPIഎമ്മിൻ്റെ മിക്കവാറും എല്ലാ ജില്ലാ കമ്മിറ്റികളിലും ആ കാര്യങ്ങൾ ഉയർത്തപ്പെടുകയും അഭിപ്രായ പ്രകടനങ്ങൾ നടത്തപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവയുടെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത്. പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി മുതൽ ഇങ്ങ് താഴെ തട്ട് വരെ, ജില്ലാ കമ്മിറ്റികൾ വരെ ഉയർത്തപ്പെടുന്ന പ്രശ്നങ്ങൾ, അത് എല്ലാം കാതലില്ലാത്തതാണ്, അടിസ്ഥാനരഹിതമാണ്, രാഷ്ട്രീയ പ്രേരിതമാണ് എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളയാൻ കഴിയില്ല. ആ കാര്യങ്ങളെയൊക്കെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് വേണം ഒരു പരാജയത്തിൽ നിന്ന് കരകയറുന്നതിന് ഒരു ജനാധിപത്യ പാർട്ടി ശ്രമിക്കേണ്ടത്. ശരി, കാരശ്ശേരി മാഷെ, ഈ CPIഎം പോലെയുള്ള ഒരു കേഡർ പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തെക്കുറിച്ച്, അതിൻ്റെ പ്രവർത്തന രീതികളെക്കുറിച്ച്, അതിൻ്റെ ഇടപെടലുകളെക്കുറിച്ചൊക്കെ താങ്കൾക്ക് വ്യക്തമായി ബോധ്യമുള്ളതാണല്ലോ. അങ്ങനെയാണെങ്കിൽ തുടർച്ചയായി കേരളത്തിൽ ഭരണം നിലനിർത്താൻ സാധിച്ച, അതിന് ചുക്കാൻ പിടിച്ച നേതാവെന്ന നിലയിൽ പിണറായി വിജയൻ്റെ ഒരു ശൈലിയാണ്, ഒരു ഭരണശൈലിയാണ്, അല്ലെങ്കിൽ ജനങ്ങളോടുള്ള ഇടപഴകലിൻ്റെ ശൈലിയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പരാജയങ്ങളിലെ മുഖ്യ കാരണം എന്ന് വിലയിരുത്തുന്നതിൽ ഒരു അപാകതയില്ലേ? ഒരു തിരിച്ചടി ലോക്സഭാ തെരഞ്ഞെടുപ്പിനുണ്ടാകുന്നു, കണക്ക് കൂട്ടലുകൾ അട്ടിമറിക്കപ്പെടുന്നു. അങ്ങനെ വരുമ്പോൾ വ്യക്തി കേന്ദ്രീകൃതമായി ആരോപണങ്ങൾ ഉന്നയിച്ച് ഈ തോൽവിയുടെ പരാജയങ്ങൾ കണ്ടെത്തുന്നതിന് പിന്നിൽ നിക്ഷിപ്ത താല്പര്യങ്ങളുണ്ടോ എന്ന് സംശയമുണ്ടാകുമല്ലോ. അങ്ങനെയാണോ ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തെ വിലയിരുത്തേണ്ടത്? താങ്കൾ പിണറായിയുടെ ശൈലി മാറ്റം എന്ന ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രധാന കാരണമായി ഉയർത്തുന്ന പ്രശ്നത്തെ എങ്ങനെ കാണും? ഗോപികൃഷ്ണൻ, ഈ ശൈലി മാറുക എന്ന് പറയുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് മാത്രം ബാധകമായ ഒരു കാര്യമാണ് എന്ന് പറയുന്നത് ജനാധിപത്യ മര്യാദയല്ല. ഇപ്പോൾ ഇത് പറയുന്ന ഇവരുടെ ജില്ലാ കമ്മിറ്റികൾ, ഇവരുടെ ചില നേതാക്കന്മാർ, ഇപ്പോൾ വിമർശനമായി രംഗത്ത് വന്ന CPI, ഇവരൊക്കെ എവിടെയായിരുന്നു? ഞാനൊരു ഉദാഹരണം പറയാം. ഈ നവകേരള സദസ്സ്, അത് പിണറായി വിജയൻ ഒറ്റയ്ക്ക് നടത്തിയല്ലോ. അതിലിവിടുത്തെ എല്ലാ മന്ത്രിമാരുണ്ട്, എല്ലാ പാർട്ടി LDFിലെ എല്ലാ പാർട്ടിക്കാരും അനുകൂലമായിരുന്നു. അതിന് നേരെ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ്സുകാരെ ഗവൺമെന്റും പോലീസും DYFIയും അടിച്ചൊതുക്കുകയും ചെടിച്ചട്ടി കൊണ്ട് തല തല്ലി തകർക്കുകയും ചെയ്യുമ്പോൾ അത് രക്ഷാപ്രവർത്തനമാണ് എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നു. അങ്ങനെ പറയാൻ പാടില്ല എന്ന് അന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല? ആലോചിച്ച് നോക്കൂ, അന്ന് പറയണ്ടേ? ഇപ്പൊ തോറ്റ് കഴിഞ്ഞപ്പോഴാണ് ശൈലിക്ക് കുഴപ്പമുണ്ടെന്ന് ഇവർക്ക് മനസ്സിലാവണേ. അപ്പൊ എന്ത് രാഷ്ട്രീയ നിരീക്ഷണമാണത്? അപ്പോ തോറ്റിരുന്നില്ലെങ്കിലോ ശൈലിക്ക് ഒരു കുഴപ്പമില്ല എന്നാണോ? അപ്പോ ഇത് ഇപ്പോ കേന്ദ്ര ഗവൺമെന്റ് അനുവദിക്കേണ്ട ഫണ്ട് അനുവദിച്ചില്ല, സത്യമാണ്. അതിൽ പ്രതിഷേധിക്കണം. ആ ഫണ്ട് അനുവദിക്കാത്തത് കൊണ്ട് തന്നെ കേരള ഗവൺമെന്റ് ആ ഒറ്റ കാരണം കൊണ്ട് ധൂർത്ത് കാണിക്കാൻ പാടില്ല എന്ന് LDFിലെ CPIക്കും മറ്റു മെമ്പർമാർക്കും പറഞ്ഞൂടെ? ഒരു മാസം എത്ര ലക്ഷം രൂപയാണ് KV തോമസിന് അവിടെ ഡൽഹിയിൽ നിയമനം കൊടുത്തപ്പോൾ ശമ്പളം നിശ്ചയിച്ചത്? ലോക കേരള സഭ നടത്താൻ എത്ര ലക്ഷം രൂപയാണ്? കേരളീയം നടത്താൻ എത്ര കോടി രൂപയാണ്? അപ്പൊ ഇതൊക്കെ ധൂർത്താണ് എന്ന് LDFിലുള്ള ആൾക്ക് മനസ്സിലാവുന്നില്ലേ? അല്ലെങ്കിൽ പാർട്ടിക്കകത്തുള്ള ആൾക്ക് മനസ്സിലാവുന്നില്ലേ? ഇതുപോലെ ഇപ്പം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകള് എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിയുടെ കണക്കിൽ കരിമണൽ ഖനന കമ്പനിയിൽ നിന്ന് 1.72 കോടി രൂപ പൈസ പറ്റി. അതിനാർക്കും തർക്കമില്ല. അത് എന്ത് സർവീസ് കൊടുത്തിട്ടാണ്, എന്ത് സേവനം കൊടുത്തിട്ടാണ്, എന്ത് വകയിലാണ് എന്നതിന് മറുപടിയില്ല. അതിന് വരുന്ന മറുപടി എന്താ? അതിന് നികുതി കൊടുത്തിട്ടുണ്ട് എന്നാ.
കൈക്കൂലി വാങ്ങിയതിന് നീതി കൊടുത്തുള്ളത് മറുപടിയാണോ? എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ ഇങ്ങനെയല്ല, ഇത് കൃത്യമായി ജനങ്ങളോട് പറയാൻ ബാധ്യസ്ഥനാണ് മുഖ്യമന്ത്രി എന്ന് പറയാൻ ഉശിരുള്ള ഒരാള് ആ CPM എന്നുള്ള പാർട്ടിയിൽ ഉണ്ടായില്ല, മുന്നണിയിൽ ഉണ്ടായില്ല. അവർക്കിപ്പോ 19 മണ്ഡലങ്ങളിലും തോറ്റു കഴിഞ്ഞപ്പോ എല്ലാവർക്കും ഇപ്പോ ഉശിര് വന്നിരിക്കുകയാണ്. എനിക്കത് വളരെ പരിഹാസമായിട്ടാണ് തോന്നുന്നത്. പിന്നെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ശ്രീ പിണറായി വിജയൻ ഒരു തരത്തിലും അദ്ദേഹത്തിന്റെ ശൈലി മാറ്റുകയില്ല. ഞാനൊരു ഉദാഹരണം പറയാം. അദ്ദേഹത്തിന്റെ വർത്തമാനത്തിന്റെ രീതി നമ്മളൊക്കെ എപ്പോഴും ആക്ഷേപിക്കുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം പ്രതിപക്ഷ ബഹുമാനമില്ലാതെ സംസാരിക്കുന്നു. ഈ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമാണല്ലോ യാക്കോബായ ബിഷപ്പ് മാർ കൂറിലോസ് വിമർശിച്ചത്. അപ്പൊ അദ്ദേഹം എന്താ പറഞ്ഞത്? അപ്പൊ വ്യക്തിപരമായി ബിഷപ്പിനെ ആക്രമിക്കുകയാണ്, ബിഷപ്പിനെ തെറി പറയാണ്, ബിഷപ്പിനെ നിന്ദിക്കുകയാണ്, ശകാരിക്കുകയാണ്. അപ്പൊ ഒരു തരത്തിലുള്ള പ്രതിപക്ഷ ബഹുമാനമില്ലാതെ, ജനാധിപത്യത്തോട് ബഹുമാനമില്ലാതെ വിമർശനങ്ങളെ അങ്ങേയറ്റം അസഹിഷ്ണുതയോടെ നേരിടുക. മാധ്യമങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ഏറ്റവും വലിയ ശത്രു എന്ന് നമ്മളിപ്പോൾ 5-8 കൊല്ലമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയല്ലേ ശൈലി എന്ന് പറയുന്നത്. പിന്നെ ഇവരുടെ ആളുകൾ ചാനൽ ചർച്ചയിൽ വന്നിട്ട് ഉണ്ടാക്കുന്ന ബഹളം, ഇവരുടെ ആളുകൾ ഫേസ്ബുക്കിലും വാട്സപ്പിലും യൂട്യൂബിലും ഉണ്ടാക്കുന്ന മലിനീകരണം, ഭാഷാ മലിനീകരണം. അതായത് മുഖ്യമന്ത്രിയുടെ ഈ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിന്റെ ശൈലി മാറ്റത്തെ കുറിച്ചാണോ CPI ഇത്രയുമധികം ആകുലപ്പെടുന്നത്? അതല്ല, ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന രീതിയിൽ അതിന് യോജിച്ച, അതിന് മാതൃകയാകേണ്ട തരത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പാർട്ടിക്ക് അകത്തും പുറത്തും പെരുമാറിയില്ല എന്നുള്ളതാണോ? ആ അപജയത്തെ കുറിച്ചാണോ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറയാൻ ശ്രമിച്ചത്? കാരണം അദ്ദേഹം പ്രധാനപ്പെട്ട പ്രശ്നമായി ഉയർത്തിക്കാട്ടിയത് അഴിമതി, ജാതീയത, പാർലമെന്ററി മോഹങ്ങൾ, സ്ഥാനമാനങ്ങൾക്കായിട്ടുള്ള അത്യാർത്തി, വ്യക്തിമൂല്യങ്ങളിൽ ഇടിവ്, ഇങ്ങനെ പല കാരണങ്ങൾ. ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം വിശദമായി പറയുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ ഇടതുപക്ഷ സംവിധാനം കൂട്ടായ ആത്മപരിശോധനയ്ക്ക് തയ്യാറാകണമെന്നാണ്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ശൈലി, പിണറായിയുടെ ശൈലി മാറ്റണമെന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ശൈലി മാറ്റത്തെ കുറിച്ചാണോ, അതോ കമ്മ്യൂണിസ്റ്റുകാരനെന്ന നിലയിൽ ഇതായിരിക്കരുത്, ഇങ്ങനെയല്ല പിണറായി വിജയൻ വേണ്ടത് എന്നതാണോ? ആ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളിലുണ്ടായ മൂല്യച്യുതിയാണോ ചർച്ച ചെയ്യപ്പെടേണ്ട പ്രധാനപ്പെട്ട വിഷയം? അല്ല ഗോപികൃഷ്ണൻ, ശ്രീ ബിനോയ് വിശ്വം പറഞ്ഞത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോ CPM-ലെ പല നേതാക്കന്മാരുടെയും ഭാര്യ അല്ലെങ്കിൽ മകള് അല്ലെങ്കിൽ മകൻ അല്ലെങ്കിൽ മരുമകൻ, ഇവരെ പറ്റി അഴിമതി ആരോപണമുണ്ട്. അത് P ജയരാജന് നേരെയുണ്ട്. P ജയരാജന് നേരെ P ജയരാജനാണ് നേരത്തെ ഉന്നയിച്ചത്. അങ്ങനെ പലതും. ഞാനിപ്പോൾ ആളുകളുടെ പേര് പറഞ്ഞിട്ട് അവരെ അവമാനിക്കാനല്ല പറയുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നു, കാഫർ എന്നുള്ള ആ സംഗതി ആരാണ് ഉണ്ടാക്കിയത് എന്ന് കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒരു ഗവൺമെന്റ്, അത് കണ്ടുപിടിക്കാൻ പ്രാപ്തിയില്ലാത്തൊരു പോലീസ്, അത് UDF-ന്റെ തലയിൽ വെച്ച് കെട്ടുകയാണ്. അപ്പൊ ഇത്തരം, പിന്നെ ഈ ആലോചിച്ച് നോക്കൂ, CPM-ന്റെ ഒരു നേതാവിന്റെ മകനും ബോംബുണ്ടാക്കിയ കേസിൽ പ്രതിയല്ല. ഒരു നേതാവിന്റെ മകനോ മകളോ ബോംബേറിൽ പരിക്ക് പറ്റിയിട്ടില്ല. അതൊക്കെ സാധാരണ പാവപ്പെട്ട ആളുകൾക്കാണ്. ഇവരെന്താ ചെയ്യുന്നത്? ഇവര് നല്ലതോ ചീത്തയായ ബിസിനസ് ചെയ്യുന്ന ആളുകളാണ്. മക്കൾ രാഷ്ട്രീയം എന്ന് പറഞ്ഞ് വിചിത്രമായ രീതിയിലാണ് കേരളത്തിൽ വരുന്നത്. അതായത് അവര് MLA ആവാനോ മന്ത്രിയാവാനോ ശ്രമിക്കുകയല്ല, അവര് പലതരം കച്ചവടമാണ്. ആ കച്ചവടത്തെ പറ്റിയൊക്കെ നല്ലതല്ല, ചീത്തയായ കാര്യങ്ങളാണ്, അധോലോകവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ അധോലോകത്തെ സംരക്ഷിക്കുക. ഇപ്പോൾ ഒരു പുതിയ വാക്ക് വന്നല്ലോ, സ്വർണം പൊട്ടിക്കൽ. ഉണ്ടായാലും കേൾക്കാത്ത കള്ളക്കടത്തുകാരനെ കക്കുക. എങ്ങനെയിട്ട് പുതിയ കണ്ടുപിടുത്താണ്. അപ്പോ ഈ ആലോചിച്ച് നോക്കൂ, TP ചന്ദ്രശേഖരൻ വധക്കേസിലെ കുറ്റവാളികൾ അവര് വെറും പ്രതികളല്ല, കോടതി കുറ്റവാളികളായി കണ്ടെത്തി ശിക്ഷിച്ച, അവർക്ക് ജീവപര്യന്തം പോരാ, ഇരട്ട ജീവപര്യന്തം വേണം എന്ന് പറയുന്ന ആളുകളോട് അവരെ സംരക്ഷിക്കുകയാണ് ഗവൺമെന്റിന്റെ പണി, CPM-ന്റെ പണി. അപ്പൊ ഈ തരത്തിൽ അധോലോക ബന്ധങ്ങൾ, ഗുണ്ടകളെ സംരക്ഷിക്കുന്ന ഒരു ഏർപ്പാട് ഇവിടുത്തെ മിക്ക പാർട്ടികൾക്കും വലുതോ ചെറുതായ ഗുണ്ടാ സംഘങ്ങളുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവിടുത്തെ കോറി മാഫിയയെ അല്ലെങ്കിൽ മണൽ മാഫിയയെ ഒക്കെ സംരക്ഷിക്കുന്നത് ഈ ഗുണ്ടകളാണ്. ആ ഗുണ്ടകൾക്ക് സംരക്ഷണം കൊടുക്കുന്നത് ഇവിടുത്തെ പാർട്ടികളാണ്. അത് UDF-ലുണ്ട്, LDF-ലുണ്ട്. അപ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ആലോചിച്ച് നോക്കൂ ഗോപീകൃഷ്ണൻ, നമ്മൾ എന്താ ചർച്ച ചെയ്യുന്നത്? നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒന്നുകിൽ ഒരു ദല്ലാൾ നന്ദകുമാറിന്റെ മൊഴി, അല്ലെങ്കിൽ BJP-യിലെ ഒരു പ്രധാനപ്പെട്ട നേതാവിനോട്, കേരള പ്രഭാരിയോട് ഇവിടുത്തെ LDF-ന്റെ കൺവീനർ രഹസ്യമായി സംസാരിച്ചു. എങ്ങനെയുണ്ട്? അപ്പോ പിന്നെ
ക്രിമിനൽ കേസിൽ പ്രതികളായ യുവതികൾ വന്നിട്ട് നമ്മുടെ മാധ്യമക്കാരോടും മറ്റുള്ളവരോടും സംസാരിക്കുന്നു. അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഉമ്മൻചാണ്ടിയെ നമ്മൾ എങ്ങനെ വേട്ടയാടിയത്? ഇപ്പൊ ഇവിടെ പറയുന്നത് ഏറ്റവും അധികം വേട്ടയാടപ്പെട്ട മുഖ്യമന്ത്രിയാണ്. അങ്ങനെ ഒരാൾ കേരള ചരിത്രത്തിലുണ്ടെങ്കിൽ അത് ഉമ്മൻചാണ്ടിയാണ്. അദ്ദേഹം മരിച്ചിട്ടാണ് മിക്കവർക്കും അത് മനസ്സിലായത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ക്രിമിനൽ കേസിലെ പ്രതികളായ സ്ത്രീകളും അവതാരങ്ങൾ ഉണ്ടാവില്ല എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ 2016 അധികാരികൾക്കും പറഞ്ഞത്. അവതാരങ്ങളേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഒരു അവതാരം ഇപ്പൊ ജയിലിലാണ്. ആലോചിച്ച് നോക്കൂ, വേറൊരാള് അന്വേഷണം നേരിടുകയാണ്. അപ്പോ ഇത് മുഴുവൻ ഒരു പാർട്ടിയല്ല, ഇതൊരു ബിസിനസ് ആയിട്ട് മാറി, അതും അധോലോകമായിട്ട് ബന്ധപ്പെട്ട കാര്യമായിട്ട് മാറി. ബിനോയ് വിശ്വത്തിനൊക്കെ തല ഉയർത്തി നടക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയുണ്ട്. അത് വെറും പിണറായി വിജയന്റെ മാത്രം പ്രശ്നമല്ല. പി ജയരാജനെ പറ്റിയും പിന്നെ മരിച്ചുപോയ സെക്രട്ടറി ബാലകൃഷ്ണന്റെ മക്കളെ പറ്റിയും ഇവരൊക്കെ മക്കളെ പറ്റിയാണ്. ഇപ്പോൾ മോഹനമാഷ് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മോഹനമാഷ മകനെ പറ്റിയാണ് ഒരു ആരോപണം ഉള്ളത്. ആലോചിച്ച് നോക്കൂ. അപ്പൊ ഇവരുടെയൊക്കെ മക്കള് രാഷ്ട്രീയത്തിലില്ല. എന്തുണ്ട്? അവരൊക്കെ ബിസിനസ്സിലാണ്. എന്ത് ബിസിനസ്? നമുക്ക് പറയാൻ കൊള്ളാവുന്ന ബിസിനസ്. അതിനവര് പിതാക്കന്മാരുടെ അല്ലെങ്കിൽ മാതാക്കളുടെ, കേട്ടോ, ഞാൻ ആ വനിതാ മെമ്പർമാരുടെ വനിതാ മന്ത്രിമാരുടെയും പേര് പറയുന്നില്ല, അവരുടെയൊക്കെ മക്കളെ പറ്റിയൊക്കെ നമ്മൾ എന്താ കേൾക്കുന്നത്? അപ്പോ ഇതാണ് ഇടതുപക്ഷം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം KT കുഞ്ഞിക്കണ്ണൻ ബൂർഷ എന്ന് പറഞ്ഞപ്പോൾ ഇനി ഞാൻ ചിരിച്ചുപോയി, എൻ്റെ സുഹൃത്താ കുഞ്ഞിക്കണ്ണൻ. അപ്പോൾ നമ്മൾ എവിടെയാണ് എത്തിയത്? നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് മതക്കാരുടെ ഒപ്പം ഈ തെറ്റിതിരുത്തുന്നതിൻ്റെ വിശകലനം കണ്ടില്ലേ? എന്താണ്? ന്യൂനപക്ഷ വോട്ട്. അപ്പൊ ഇവിടെ രാഷ്ട്രീയ വോട്ടില്ല. ക്രിസ്ത്യൻ വോട്ട്, മുസ്ലിം വോട്ട്, നായർ വോട്ട്, ഈഴവ വോട്ട്. അപ്പോൾ ക്രിസ്ത്യൻ വോട്ടും മുസ്ലിം വോട്ടും അപ്പുറത്ത് പോയി. വിശകലനം തീർന്നല്ലോ. തെറ്റിതിരുത്താനൊന്നുമില്ല. കാരണം അവർ വേറെ താല്പര്യം കൊണ്ട് പോയതാണ്. നിങ്ങളുടെ രാഷ്ട്രീയ വോട്ട് എവിടെ? എപ്പോഴും പറഞ്ഞു ഇവിടെ ഇപ്പം മതവും ജാതിയും മാത്രമായിട്ടുണ്ട് നമ്മുടെ സംസാര വിഷയം. അപ്പോൾ രാഷ്ട്രീയ ചർച്ച എന്ന് പറയുന്നത് എത്ര തരം താണ് പോണം. ഈ നന്ദകുമാറിനെ ഞാൻ അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കല്ല. അദ്ദേഹം രാഷ്ട്രീയത്തിൽ ആരും അല്ലല്ലോ. അദ്ദേഹം തന്നെ അംഗീകരിക്കുന്ന ഒരു പേരാണ് ദല്ലാൾ എന്നുള്ളത്. അപ്പോൾ ഈ തരത്തിൽ പവർ ബ്രോക്കേഴ്സിനെ, അധികാര ദല്ലാൾമാരെ ഉപയോഗിച്ചിട്ടാണോ രാഷ്ട്രീയം നടത്തുന്നത്? അങ്ങനെയാണോ നിങ്ങൾ ചർച്ച ചെയ്യുന്നത്? RSSനോട് ചർച്ച വേണമെങ്കിൽ അത് പരസ്യമായിട്ട് വേണമല്ലോ. അതെങ്ങനെ രഹസ്യമാവുക? അതെങ്ങനെ ഇലക്ഷന്റെ തലേന്ന് വരിക? അതിനെപ്പറ്റി ആലോചനയില്ല. ആലോചിച്ച് നോക്കൂ. ഇലക്ഷന്റെ തലേന്ന് ആ വാർത്ത വന്നതുകൊണ്ട് നിഷ്പക്ഷമായി വോട്ട് ചെയ്യുന്ന അനേകം ആളുകൾ കേരളത്തിൽ, അങ്ങനെ ഒരുപടി ആളുകളുണ്ട്. അതുകൊണ്ടാണ് LDF UDF എന്നിങ്ങനെ മാറി കളിക്കുന്നത്. നിഷ്പക്ഷ വോട്ടർമാരുണ്ട്. അവരൊരു പാർട്ടിയുടെയും കൊടി പിടിക്കുന്നില്ല. അവർ സ്ഥിരമായ ഒരു പാർട്ടിയുടെയും വോട്ട് ബാങ്ക് അല്ല. അവരൊക്കെ എന്താ മനസ്സിലാക്കേണ്ടത്? അപ്പോൾ BJPയെ എതിർക്കാൻ, മോദിയെ തകർക്കാൻ ഇടതുപക്ഷം മാത്രമേ ഉള്ളൂ എന്നാണ് അവകാശവാദം. എന്നിട്ട് ഇലക്ഷന്റെ മധ്യത്തിൽ മുഖ്യമന്ത്രി ഉല്ലാസയാത്ര പോവുകയാണ് സിംഗപ്പൂരിലേക്കും ദുബായിലേക്കൊക്കെ. അദ്ദേഹത്തിന് കേരളത്തിന് പുറത്ത് അദ്ദേഹത്തിന്റെ വലിയ മെലിഡാസുണ്ട്. ഇന്ത്യയിലെ ഒരേ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്നുള്ളത്. അദ്ദേഹം ആ ഇലക്ഷനെ വകവച്ചിട്ടില്ല. ഇതാണോ രാഷ്ട്രീയം? രാഷ്ട്രീയം എന്ന് പറഞ്ഞ സാധനം എന്താണ്? അപ്പോൾ നീതി എന്നൊരു സംഗതി ആരും ചർച്ച ചെയ്യുന്നില്ല. സാമൂഹ്യമായ അസമത്വത്തെ പറ്റി ചർച്ചയില്ല. ഇവിടുത്തെ ആലോചിക്കുക, മറിയക്കുട്ടി എന്ന് പറയുന്ന വൃദ്ധയായ സ്ത്രീ, അവർക്ക് സാമൂഹ്യ പെൻഷൻ നിഷേധിക്കപ്പെട്ടപ്പോൾ അവർ തെരുവിലിറങ്ങി. ഉടനെ ദേശാഭിമാനിയിൽ വാർത്ത വരാണ്, അവരുടെ മകൾ സ്വിറ്റ്സർലൻഡിലാണ്, അവർക്ക് ഇത്ര കോടി രൂപയുണ്ട്. അത് തെളിയിക്കാൻ കഴിയാതെ വന്നപ്പോൾ അത് തിരുത്തി. നല്ല കാര്യം. പക്ഷേ ചാനലിലെ ഇവരുടെ കാര്യങ്ങൾ ന്യായീകരിക്കുന്ന അഡ്വക്കേറ്റ് അനിൽകുമാർ പറയാണ്, ദേശാഭിമാനിക്ക് ഒരു അക്ഷരത്തെറ്റ് പറ്റി. എങ്ങനെയുണ്ട്? അപ്പോ വാട്സപ്പിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ചാനലുകളിലും ഉള്ള ഈ തരത്തിലുള്ള നിലവാരം കുറഞ്ഞ, അതായത് അന്യനെ സംസാരിക്കാൻ സമ്മതിക്കാതിരിക്കുക, എന്ത് കളവും പറയുക, എന്തിനേയും ന്യായീകരിക്കുക, ഒരു തരത്തിലും ബഹുജനങ്ങളോട് യാതൊരു ബഹുമാനമില്ലാതെ, ജനാധിപത്യത്തോട് യാതൊരു ബഹുമാനമില്ലാതെ രാഷ്ട്രീയ പ്രവർത്തനം നടന്നത് വളരെ അന്തസ് കെട്ട ഒന്നായി മാറി. അതിന്റെ ഒരു സൂചനയാണ് കേരളത്തിൽ ഇത്തവണ വോട്ടിങ്ങിന്റെ പോൾ ശതമാനം കുറഞ്ഞത്. ആളുകൾക്ക്, ചെറുപ്പക്കാർക്ക് താല്പര്യമില്ലാതെയാവും. എന്താ ഈ ബഹളം ഉണ്ടാക്കുകയാണ്? ജാതി പറയാണ്, മതം പറയാണ്, രാഷ്ട്രീയം എവിടെയില്ല. അപ്പൊ ഈ രാഷ്ട്രീയം ഇല്ലാതെ ആയതിന്റെ ഒരു സംഗതി ഇപ്പോ ആലോചിച്ച് നോക്കൂ. ഇവർ പറഞ്ഞ ഒരു കാര്യം ബാലൻ പറയാണ്, അത് SDPയും ജമാഅത്തെ ഇസ്ലാമും കൂടിയാണ് ഇവരെ ജയിപ്പിച്ചത്. യാഥാർത്ഥ്യം എത്ര വോട്ടുണ്ട് SDPക്ക്? എത്ര വോട്ടുണ്ട് ജമാഅത്തെ ഇസ്ലാമിക്ക്? ഇവർ കേരളത്തിൽ ഏതെങ്കിലും ഒരു പഞ്ചായത്ത് ഭരിക്കുന്നുണ്ടോ ജമാഅത്തെ ഇസ്ലാമി SDPയും? അന്ന് പറയാണ്. അപ്പൊ അതൊക്കെ ഇവിടെ വർഗീയ വിഭജനം, ജാതീയമായ സാമുദായികമായ ധ്രുവീകരണം, പോളറൈസേഷൻ, ചേരിതിരിവ് ഉണ്ടാക്കും എന്ന് അറിയുന്ന ആളാണ് ബഹുമാനപ്പെട്ട മുൻ മന്ത്രി AK ബാലൻ അല്ലെങ്കിൽ സെക്രട്ടറി ഗോവിന്ദൻ മാഷ്.
അപ്പൊ അവരിങ്ങനെ ഇപ്പോഴും അതാണ്, അതായത് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും വോട്ട് ചെയ്തു. ശരി മാഷെ, മാഷെ ശരി. ഞാൻ നമുക്ക് രണ്ടാമത്തെ റൗണ്ടിൽ കുറച്ചുകൂടി വിശദമായി ഇത് സംസാരിക്കാം. ഡോക്ടർ ജിൻഡോ ജോൺ, ഈ അധോലോക ബന്ധം ചെങ്കൊടിക്ക് അപമാനമാണ് എന്ന് CPI സംസ്ഥാന സെക്രട്ടറിയുടെ വിമർശനം വന്നതിന് തൊട്ടു പിന്നാലെ UDF കൺവീനർ MM ഹസൻ ആദ്യം നടത്തിയ പ്രതികരണം, അദ്ദേഹം UDFിലേക്ക് CPIയെ ക്ഷണിക്കുകയാണ്. നേരത്തെ ഈ ചർച്ചയിൽ ശ്രീ സെബാസ്റ്റ്യൻ പോൾ നമ്മളോട് പറഞ്ഞു, CPIയുടെ വിമർശനം എന്നത് ഒരു വിധ്വംസക പ്രവർത്തനമായി കാണേണ്ടതില്ല. കാരണം പ്രധാന ഘടകകക്ഷി എന്ന നിലയിൽ ഇടതുമുന്നണി സംവിധാനത്തിനകത്ത് തിരുത്തൽ വേണമെന്ന് ആവശ്യപ്പെടുന്ന CPIയുടെ വിമർശനത്തെ ആരോഗ്യകരമായ ഒരു രാഷ്ട്രീയ വിമർശനമായി പരിഗണിക്കാം. ആ ഒരു ആനുകൂല്യം എന്തുകൊണ്ടാണ് UDF നൽകാതെ ഉടൻ തന്നെ അതിനകത്ത് ഒരു മുന്നണിയിലേക്ക് ക്ഷണിക്കാൻ പാകത്തിൽ ഒരു രാഷ്ട്രീയ സാധ്യത നിങ്ങൾ നോക്കിയത്? CPMന് ശരിയാണ്, ഇടതുമുന്നണിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. ആ തിരിച്ചടിയുടെ കാര്യകാരണങ്ങൾ പാർട്ടിയുടെ നേതൃതലങ്ങളിൽ പരിശോധിക്കപ്പെടുകയാണ്. അത് സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ നടക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ശൈലി സംബന്ധിച്ചിട്ടുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട്, ശരിയാണ്. അതിനെക്കുറിച്ചുമുള്ള സംവാദങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ കോൺഗ്രസ് ശ്രമിച്ചത്, അല്ലെങ്കിൽ UDF ശ്രമിക്കുന്നത് CPIയെ അടർത്തിക്കൊണ്ടുവരാനാണോ? CPMന് എതിരെ ഉയരുന്ന ഈ വിമർശനങ്ങളെയും എങ്ങനെയാണ് പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് കോൺഗ്രസ് കാണുന്നത്? അല്ല ഗോപി, ഇതിൽ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞ അഭിപ്രായങ്ങൾ, CPMന്റെ സൈബർ സഖാക്കന്മാർ അധോലോക കാര്യസ്ഥ പണിയാണ് ചെയ്യുന്നത്, കണ്ണൂരിൽ നിന്ന് വരുന്ന വാർത്ത കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് മാനക്കേടാണ് തുടങ്ങിയ പ്രസ്താവനകളൊക്കെ ആത്മാർത്ഥമായിട്ടുള്ളതായിരുന്നെങ്കിൽ നിലവിലെ സാഹചര്യത്തിൽ പിണറായി വിജയൻ നയിക്കുന്ന ഇടതുപക്ഷത്ത് LDF സർക്കാരിലോ പക്ഷത്തോ ഒന്നും CPI പറയുന്ന ന്യായങ്ങൾക്ക് ഒരു സ്പേസ് ഇല്ലാത്തൊരു കാലഘട്ടമാണ്. അതുകൊണ്ടാണ് അവർക്ക് അവിടെ പ്രയാസങ്ങളുണ്ടെങ്കിൽ കുറേ കൂടി അവർക്ക് യോജിച്ച് പ്രവർത്തിക്കാൻ പറ്റുന്ന, അവർ പറയുന്ന ആശയങ്ങളിൽ സത്യസന്ധത ഉണ്ടെങ്കിൽ കുറെ കൂടി യോജിച്ച് പ്രവർത്തിക്കാൻ പറ്റുന്ന മേഖല കോൺഗ്രസിലോ UDFിലോ ആണ് എന്നുള്ളത് കൊണ്ടാണ് ആ ക്ഷണം വരുന്നത്. അത് അവർ സ്വീകരിക്കണമെന്നില്ല, അത് അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള അസ്തിത്വത്തിൻ്റെ ഭാഗമാണ്, അവർക്ക് അത്തരം തീരുമാനങ്ങൾ എടുക്കാം. പക്ഷേ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഈ ബിനോയ് വിശ്വത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ ആത്മാർത്ഥത ഇപ്പോൾ MN കാരശ്ശേരി മാഷ് പറഞ്ഞ പോലെ തന്നെ നമ്മളും സംശയിക്കുന്നുണ്ട്. കാരണം ഈ 8 വർഷക്കാലം CPI CPMൻ്റെ ഒപ്പം ഇടതുപക്ഷ LDF സർക്കാർ, ഇടതുപക്ഷം എന്ന് പറയാൻ പറ്റില്ല, LDF സർക്കാരിൻ്റെ പിണറായി സർക്കാരിൻ്റെ ഭാഗമായിട്ടിരുന്നതാണ്. ഈ കാലം അത്രയും CPIയുടെ നേതാക്കന്മാർക്ക് ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉണ്ടായില്ല. കാരശ്ശേരി മാഷ് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഈ CPIയുടെ 4 മന്ത്രിമാർ ഈ മന്ത്രിസഭയിലുണ്ട്. ഏതെങ്കിലും ഒരു മന്ത്രി, 10-21 പേരുണ്ടല്ലോ, ഇതിൽ ഏതെങ്കിലും ഒരു മന്ത്രി എത്ര പേരെ ജനങ്ങൾക്ക് അറിയാമെന്ന് പോലും അറിയില്ല. പല മന്ത്രിമാരുടെ പേര് ജനങ്ങൾക്ക് അറിയില്ല, പലരും ഏത് വകുപ്പാണ് ഭരിക്കുന്നതെന്ന് അറിയില്ല. അറിയുന്ന മന്ത്രിമാരെയൊക്കെ കുന്തവും കുടച്ചക്രമാണ് ഭരണഘടന എന്ന് പറയുന്ന സജി ചെറിയാനോ, അല്ലെങ്കിൽ വയറ്റിൽ കത്രികയുമായിട്ട് പോകുന്ന സ്ത്രീയെ നോക്കിക്കൊണ്ട് ആക്ഷേപിച്ച് സംസാരിക്കുന്ന ആരോഗ്യമന്ത്രി വീണ ജോർജോ, അങ്ങനെയുള്ള ആളുകളെയൊക്കെയാണ് നാട്ടുകാർ അറിയുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ അറിയുന്നത് ആഭ്യന്തര വകുപ്പിൻ്റെ മന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ്റെ മുഖ്യമന്ത്രിയെ. അപ്പോൾ ഏത് വകുപ്പാണ് ഈ 2ാം പിണറായി സർക്കാരിൻ്റെ കാലം എടുത്താൽ, 1ാം പിണറായി സർക്കാരിൻ്റെ നേട്ടം കൊണ്ടാണെന്നുള്ള ഇവർ പറയുന്നത് 2ാം പിണറായി സർക്കാർ വന്നത്, നേട്ടവും കോട്ടവും അവിടെ നിൽക്കട്ടെ, 2ാം പിണറായി സർക്കാർ വന്നതിന് ശേഷം ഏത് മന്ത്രിയാണ് CPMൻ്റെ അല്ലെങ്കിൽ CPIയുടെ സാധാരണ പ്രവർത്തകർക്ക് പോലും ഞങ്ങളുടെ മന്ത്രിയാണെന്ന് അഭിമാന പുരസ്സരം പറയാൻ പറ്റുന്ന ഏതെങ്കിലും ഒരാളുണ്ടോ ഈ കൂട്ടത്തിൽ? ഞാൻ പറയുന്നത് ഇത് പിണറായിയുടെ ശൈലി തിരുത്തുന്നതിൻ്റെ മാത്രമല്ല, കണ്ണൂരിൽ നിന്ന് കേൾക്കുന്ന വാർത്ത കേട്ടപ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് നാണക്കേടൊന്ന് ബിനോയ് വിശ്വത്തിന് തോന്നുന്ന ഒരു പെട്ടെന്നുണ്ടാകുന്ന ഒരു വെളിപാടായിട്ട് കരുതല്ലേ നമ്മളാരും. കാരണം ആലപ്പുഴ ജില്ലയിൽ വലിയ ചർച്ച നടന്നില്ലേ, അധോലോക പ്രവർത്തനത്തിൻ്റെ, മാഫിയ പ്രവർത്തനത്തിൻ്റെ, മയക്കുമരുന്ന് ലോബിയുടെയൊക്കെ ഭാഗമായിട്ടുണ്ടാക്കുന്ന പണം കൊണ്ട് CPMൻ്റെ അധികാര ശ്രേണിയിലേക്ക് സാധാരണ പ്രവർത്തകർ വരെ കടന്നു കയറുന്ന സാഹചര്യത്തെക്കുറിച്ചിട്ട് ചർച്ച ചെയ്യുന്നു. ആലപ്പുഴ ജില്ലയിൽ വളരെ രൂക്ഷമായിട്ടുള്ള വിഭാഗീയതയുമായിട്ട് പോകുന്നു. അവിടെ മുൻ മന്ത്രിയായിട്ടുള്ള CPMൻ്റെ മികച്ച നേതാവായിട്ടുള്ള G സുധാകരനെ പോലുള്ള ആളുകളും അവിടുത്തെ MLA ഒക്കെ തമ്മിൽ പരസ്യ വാഗ്വാദങ്ങൾ ഉണ്ടാകുന്നു. ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, സ്വന്തം പറമ്പിലെ തേങ്ങയിടാൻ തടസ്സം ചെയ്യുന്ന ലോക്കൽ കമ്മിറ്റി, ഒരാളുടെ വീട്ടിലേക്ക് കയറി പോകുന്ന വഴിയിൽ വട്ടം കൊടിമരം നട്ടുന്ന ബ്രാഞ്ച് കമ്മിറ്റി, ഇവരൊക്കെ എന്ത് സന്ദേശം കൊടുക്കുന്നത്? ഇത് കേരളത്തിലെ എമ്പാടും CPMൻ്റെയും ഈ പറഞ്ഞ LDF നയത്തിൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന, ഇവർക്ക് ശക്തിയുള്ള ഭാഗങ്ങളിലൊക്കെ ഇവർ ഈ അക്രമവും അതിക്രമവും നടത്തുന്നുണ്ട്. നമ്മൾ എന്തുകൊണ്ട് മോദി സർക്കാരിനെ, സംഘപരിവാർ നയങ്ങളെ എതിർക്കുന്നു? നമ്മൾ മോദിയെയും നരേന്ദ്രമോദിയുടെ സർക്കാരിനെയും എതിർക്കുന്ന ആ നയങ്ങളുടെ കാർബൺ കോപ്പി ആയിട്ടാണ് പിണറായി വിജയൻ കേരളത്തിൽ ഭരിക്കുന്നത്. നിങ്ങളൊന്ന് നോക്കൂ, മാധ്യമ പ്രവർത്തകർക്ക് ഒരു ഇന്റർവ്യൂ കൊടുക്കാതെ, അല്ലെങ്കിൽ നിഷ്പക്ഷമായിട്ട് മാധ്യമ പ്രവർത്തകരുടെ മുമ്പിൽ ലൈവായിട്ട് വന്ന് പത്രസമ്മേളനം വിളിക്കാൻ ധൈര്യം കാണിക്കുന്ന നരേന്ദ്രമോദിയിൽ നിന്ന് കടക്ക് പുറത്ത് എന്ന് മാധ്യമ പ്രവർത്തകരോട് പറയുന്ന ധാർഷ്ട്യം കാണിക്കുന്ന പിണറായി വിജയനിലേക്കുള്ള ദൂരം അധികമില്ല, ചെറിയ ദൂരമേ ഉള്ളൂ. ഒന്ന് BJPയുടെ നേതാവാണ്, ഒന്ന് CPMൻ്റെ നേതാവാണെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ.
മറ്റൊന്ന് നവകേരള സദസ്സിനെ കുറിച്ച് കൂടെ പറഞ്ഞു. ഡോക്ടർ ജിൻഡോ, ഞാൻ അതിനകത്ത് എൻ്റെ ചോദ്യം, അതായത് പിണറായി വിജയന്റെ ശൈലിയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രധാന കാരണമായി കോൺഗ്രസും കാണുന്നതെങ്കിൽ, അവരുടെ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ തിരിച്ചടിയുടെ കാരണമായി കാണുന്നതെങ്കിൽ, ഈ ശൈലി തന്നെയാണ് മുൻപും ഉണ്ടായിരുന്നത്, ഈ ശൈലി തന്നെയാണ് പിണറായി തുടർന്നുകൊണ്ടിരിക്കുന്നത്, ഈ ശൈലി നിൽക്കുമ്പോൾ തന്നെയാണ് തുടർഭരണം എന്നത് കേരളത്തിൽ സാധ്യമാകുന്നത്. അങ്ങനെയാണോ നിങ്ങൾ കാണുന്നത്? അതോ കേരളത്തിന്റെ ഗവേണൻസ്, കേരളത്തിന്റെ ഭരണശൈലിയും ഭരണരീതികളും കേരളത്തിലെ ജനങ്ങൾക്ക് അനുകൂലമായ ഒന്നായിരുന്നില്ല എന്ന തരത്തിലാണോ? അപ്പോൾ നിങ്ങൾ കേവലം വ്യക്തി കേന്ദ്രീകൃതമായ നിങ്ങളുടെ വിമർശനങ്ങളെയും ആക്ഷേപങ്ങളെയും ആരോപണങ്ങളെയും ഒക്കെ അതിലേക്ക് ചുരുക്കുന്നുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഇല്ല ഗോപി, അതിനെ നമ്മൾ അങ്ങനെ കാണരുത്. പിണറായി വിജയന്റെ ശൈലി എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ നയിക്കുന്ന സർക്കാരിന്റെ ശൈലി എന്ന് തന്നെയാണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്. കാരണം ഈ സർക്കാർ, LDF സർക്കാരും LDFും എന്ന് പറഞ്ഞാൽ CPM എന്ന് പറഞ്ഞ പാർട്ടി, അത് പിണറായി വിജയനിലേക്ക് ചുരുക്കപ്പെട്ടു. ഇവിടെ കമ്മ്യൂണിസം ഇല്ല. ഇവിടെ ഇതിനു മുമ്പ് സംസാരിച്ച ആളുകൾ പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ തകർക്കപ്പെട്ടുവെന്ന്. കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ തകർക്കപ്പെടുന്നു എന്നല്ല ഈ കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെ പ്രധാനപ്പെട്ട പ്രശ്നം. ഇവിടുത്തെ ജനങ്ങൾക്ക് പെൻഷൻ കൊടുക്കാൻ പറ്റാത്ത കാലത്ത് നവകേരള സദസ്സ് എന്ന് പറഞ്ഞ കെട്ടുകാഴ്ച നടത്തുന്നു. അതിനെതിരെ പ്രതിഷേധിക്കുന്ന ചെറുപ്പക്കാരെ തലയടിച്ച് പൊട്ടിച്ച് കൊല്ലാൻ നോക്കുമ്പോൾ ജീവൻ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ് ഇളിഞ്ഞ ചിരിച്ചിരിക്കുന്ന ഒരു ആഭ്യന്തര ഉപമന്ത്രി കേരളത്തിന് ഭൂഷണമാണോ? ഇവിടെ പിണറായി വിജയന്റെ ശൈലിയല്ല, ഈ സർക്കാരിന്റെ ശൈലി തന്നെയാണ്. പിണറായി വിജയൻ ഈ സർക്കാർ മുഖമാണ്, മുഖചിത്രമാണ്. അതുകൊണ്ടല്ലേ അദ്ദേഹത്തിന്റെ മുഖം വെച്ച് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് പരസ്യങ്ങൾ അച്ചടിച്ച് ഈ ബോർഡുകൾ അടിച്ച് കേരളത്തിന്റെ തെരുവീതികളിൽ നിരത്തി വെച്ചത് ഈ സർക്കാരിന്റെ മുഖമാണ് പിണറായി വിജയൻ. പിണറായി വിജയന്റെ ശൈലി തിരുത്തണം എന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ നയം തിരുത്തണം, അതുപോലെ തന്നെ LDFന്റെ നയം തിരുത്തണം എന്ന് തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ മാസപ്പടി വന്നു, ആളുകൾക്ക് പെൻഷൻ കൊടുക്കാൻ പറ്റാത്തതിന്റെ പേരിൽ മറിയക്കുട്ടി 1600 രൂപ പെൻഷൻ കിട്ടാത്തതിന്റെ പേരിൽ ഹൈക്കോടതി കയറി ഇറങ്ങിയത്. അവിടെ മുഖ്യമന്ത്രിയുടെ മകൾ എന്തുകൊണ്ടാണ് ഹൈക്കോടതി പോയത്? അവരുടെ കമ്പനിയിലേക്ക് വന്ന, അവരുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് വന്ന മാസപ്പടിയെ കുറിച്ചിട്ടുള്ള അന്വേഷണം നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ കേരളീയം നടത്തുന്നത് എവിടെയാ? ആളുകൾക്ക് പെൻഷൻ കൊടുക്കാതെ 5-6 മാസത്തെ പെൻഷൻ കൊടുക്കാതിരിക്കുന്ന സമയത്ത് കേരളീയം നടത്തുന്നത്. ഇങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ പിണറായി വിജയൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ശൈലി മാത്രമല്ല, പിണറായി വിജയൻ നയിക്കുന്ന സർക്കാരിന്റെ ശൈലി, പാവപ്പെട്ട മനുഷ്യരെ കണ്ടിട്ടും കാണാതെ നടക്കുന്ന ആളുകൾ, ഇവരൊക്കെ മുന്തിയ മുതലാളിമാരെ കാണാൻ പോകുന്നു. പാവപ്പെട്ട സഖാക്കന്മാരുടെ, ഞങ്ങൾ പൊതുജനങ്ങളുടെ കാര്യം പറയണ്ട, പാവപ്പെട്ട സഖാക്കന്മാരുടെ ഒരു കൊടി കണ്ടാൽ, ഒരു ചുമന്ന നിറം കണ്ടാൽ അത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണെന്ന് വിചാരിച്ച് ഇൻക്വിലാബ് സിന്ദാബാദ് എന്ന് തൊണ്ട പൊട്ടി വിളിക്കുന്ന സാധാരണ CPMന്റെ CPIയുടെ സഖാക്കന്മാർക്ക് നീതി കൊടുക്കാൻ പിണറായി സർക്കാരിന് സാധിച്ചിട്ടുണ്ടോ? കോൺഗ്രസ്സുകാരുടെയോ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയോ പാർട്ടിയും ജാതിയും മതവും ഇല്ലാത്ത ആളുകളുടെ കാര്യം വിട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അടിയുറച്ച് വിശ്വസിച്ച് ഇവർക്ക് വേണ്ടി ബൂത്തിൽ പ്രവർത്തിക്കുകയും ഇവർക്ക് വേണ്ടി തല്ല് മേടിക്കുകയും ചുമരെഴുതുകയും മുദ്രാവാക്യം ചെയ്യുന്ന എത്ര ആളുകൾക്ക് സംതൃപ്തി കൊടുക്കാൻ പിണറായി സർക്കാരിന് സാധിച്ചിട്ടുണ്ട്? പ്രതിഷേധിക്കുന്ന ആളുകളെ, വിമർശിക്കുന്ന ആളുകളെ വിവരദോഷി എന്ന് വിളിക്കുന്ന ശൈലി തിരുത്തുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല. പിണറായി വിജയന്റെ ശൈലി തിരുത്തുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല. പക്ഷേ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണ്ടേ, ഡൽഹിയിൽ ഇന്ത്യൻ പാർലമെന്റിൽ പ്രതിപക്ഷ നേതാക്കന്മാർ സംസാരിക്കുമ്പോൾ മൈക്ക് ഓഫ് ചെയ്യുന്ന സ്പീക്കറും കേരളത്തിൽ അതിന് സമാനമായിട്ട് നടപടി സ്വീകരിക്കുന്ന സ്പീക്കറും ഒരേ ശൈലി തന്നെയല്ലേ? പിണറായി വിജയന്റെ ശൈലി മാത്രം തിരുത്തിയാൽ പോരാ. അപ്പോൾ ഇവരുടെ മൊത്തത്തിലുള്ള ശൈലിയാണ് തിരുത്തേണ്ടത്. ഈ ശൈലി തിരുത്തിയില്ലെങ്കിൽ കേരളം എന്ന് പറഞ്ഞ സംസ്ഥാനത്തിന്റെ സമഗ്രമായിട്ടുള്ള തകർച്ചയിലേക്കാണ് നയിക്കുന്നത്. സാമ്പത്തിക രംഗത്തെ, സാമൂഹ്യ രംഗത്തെ, മൊത്തം രാഷ്ട്രീയ രംഗത്തെ കലുഷിതമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് നയിക്കാനാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഈ ഫാസിസ്റ്റ് സർക്കാരിനെ തിരുത്തുക എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ സ്വീകരിച്ച മാർഗം. ഈ 18 സീറ്റിൽ ഇവർ 18 സീറ്റിൽ ഇവർ പരാജയപ്പെടുമ്പോൾ അതിൽ എന്താ ഇവർ മനസ്സിലാക്കേണ്ടത്? ഇവരെ തിരുത്താനാണ് ജനങ്ങൾ വോട്ട് ചെയ്തത്. പി രാജീവ് എന്ന് പറഞ്ഞില്ലേ, കോൺഗ്രസിനോടൊപ്പം ദേശീയ തലത്തിൽ സഖ്യം ചേർന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടായതെന്ന്. കോൺഗ്രസിനോടൊപ്പം ദേശീയ തലത്തിൽ സഖ്യം ചേർന്നത് കൊണ്ടാണ് CPM എന്ന് പറഞ്ഞ പാർട്ടിയുടെ ചിഹ്നം നഷ്ടപ്പെടാതിരിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടത്. രാജസ്ഥാനിലടക്കം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 39,000 വോട്ട് കിട്ടിയ സീറ്റിൽ ഇപ്രാവശ്യം 6,51,000 വോട്ടിലധികം നേടിക്കൊണ്ട് CPMന്റെ സ്ഥാനാർത്ഥി ചിഹ്നത്തിൽ ജയിക്കുമ്പോൾ, അവരുടെ ചിഹ്നം സംരക്ഷിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ കോൺഗ്രസിനോടൊപ്പം ഇന്ത്യ മുന്നണിയോടൊപ്പം ചേർന്നത് കൊണ്ടാണെന്നുള്ള തിരിച്ചറിവില്ലാത്ത ആളാണ് പി രാജീവിനെ പോലുള്ള ആളുകൾ. അദ്ദേഹം പറയുന്നത് കോൺഗ്രസിനോടൊപ്പം ചേർന്നത് കൊണ്ടാണ് CPMനെതിരെ ജനങ്ങൾ വോട്ട് ചെയ്തത്. ആർക്കാണ് ജനങ്ങൾ വോട്ട് ചെയ്തത്? കോൺഗ്രസിന് തന്നെ വോട്ട് ചെയ്യുന്നു. CPMനെതിരെ വോട്ട് ചെയ്തത് കോൺഗ്രസിന് കൂടെ ചേർന്നത് കൊണ്ടാണ് അത്ര വോട്ട് നഷ്ടപ്പെട്ടത്. അപ്പോൾ എന്ത് ലോജിക്കാണ് ഇവരൊക്കെ പറയുന്നതിലുള്ളത്? ഇവർക്ക് ഒരു തിരുത്തലും നടത്താൻ തയ്യാറല്ല. ഇവർ തിരുത്തൽ നടത്താൻ തയ്യാറല്ല എന്നുള്ളതിന്റെ തെളിവാണ് പി രാജീവിന്റെ സ്റ്റേറ്റ്മെന്റ്, മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ്. ഇവരിങ്ങനെ ഓരോ ജില്ലാ കമ്മിറ്റി യോഗങ്ങളും കഴിയുമ്പോൾ നമ്മൾ പുറത്തു വരുന്ന വിവരങ്ങൾ എന്താ? വിശ്വസനീയമായിട്ടുള്ള വിവരങ്ങൾ നമ്മൾക്ക് മനസ്സിലാകുന്ന എന്താ? വലിയ വിമർശനങ്ങളുണ്ട്. വിമർശനങ്ങളൊക്കെ നടക്കുമ്പോൾ തന്നെയല്ലേ TP ചന്ദ്രശേഖരൻ കേസിലെ പ്രതികളെ തുറന്നുവിടാനുള്ള പണി നടത്തുന്നത്? എന്നിട്ടും ഈ ദിവസങ്ങളിൽ പോലും LDFന്റെ പ്രതിനിധികൾ ചാനൽ ചർച്ചകളിൽ വന്നിരുന്നത് ന്യായീകരിക്കുന്നു. സൈബർ സഖാക്കന്മാർ അധോലോകക്കാരുടെ കാര്യസ്ഥ പണിയെടുത്തുകൊണ്ട് ഇപ്പോഴും ന്യായീകരണം തുടരുന്നു. ഈ പാർട്ടിയിൽ ആത്മാർത്ഥതയുള്ള
ഉള്ള ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനെ നിയന്ത്രിച്ച് നിർത്താനുള്ള ശേഷി കാണിക്കണ്ടേ? പിണറായിയുടെ പാറപ്പുറത്ത് തുടർന്ന് നമുക്ക് അടുത്ത ഘട്ടത്തിൽ കുറച്ചുകൂടി വിശദമായി കാര്യങ്ങൾ പരിശോധിക്കാം. ശ്രീ KR സുഭാഷ് നമ്മളോടൊപ്പം ഉണ്ട്. അദ്ദേഹമാണ് യുവതയോട് അറിയണം പിണറായിയെ എന്ന ഡോക്യുമെന്ററി സംവിധാനം ചെയ്തത്. ഇപ്പോൾ അദ്ദേഹം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന്, അതായത് പിണറായി വിജയനെ കുറിച്ച് അദ്ദേഹം തയ്യാറാക്കിയ ആ ഡോക്യുമെന്ററി അദ്ദേഹം പിൻവലിച്ചിരിക്കുകയാണ്. അതിന് അദ്ദേഹം നേരത്തെ തന്നെ കാരണമായി പറഞ്ഞത് പിണറായിയിലെ കമ്മ്യൂണിസ്റ്റ് ഇല്ലാതായിരിക്കുന്നു, അതുകൊണ്ട് ആ ഡോക്യുമെന്ററി ഇനി സമൂഹ മാധ്യമങ്ങളിൽ ഉണ്ടാകരുത്, അത് നിലനിൽക്കരുത്, കാരണം അത് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കും, അതൊരു തിരുത്തൽ എന്ന നിലയിൽ താൻ ചെയ്യുന്ന കാര്യം എന്നാണ് അദ്ദേഹം നേരത്തെ അറിയിച്ചിട്ടുള്ളത്. ശ്രീ KR സുഭാഷ്, പിണറായി വിജയൻ എന്ന് പറയുമ്പോൾ മിന്നൽ പിണറായി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം വലിയ രീതിയിൽ പ്രകീർത്തിക്കപ്പെട്ട ഒരു സമയമുണ്ടായിരുന്നു. അദ്ദേഹം CPM സംസ്ഥാന സെക്രട്ടറിയായി പാർട്ടിയുടെ ചുക്കാൻ പിടിച്ച സമയത്ത്, നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് അതേ ശൈലി തന്നെയല്ലേ മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും പിണറായി വിജയൻ ഉണ്ടായിരുന്നത്? അപ്പോൾ ഒരു വ്യക്തി ആരാധനയിൽ നിന്നാണോ യുവതയോട് അറിയണം പിണറായിയെ എന്നൊരു ഡോക്യുമെന്ററി ഉണ്ടാക്കാൻ താങ്കൾക്ക് പ്രേരണയായി തീർന്നത്? ആ ഒരു വ്യക്തി ആരാധന താങ്കൾക്ക് ഇപ്പോൾ നഷ്ടപ്പെട്ടു എന്നതുകൊണ്ടാണോ താങ്കളുടെ ഡോക്യുമെന്ററി ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് പിൻവലിച്ചിരിക്കുന്നത്? സഖാവ് പിണറായിയെക്കുറിച്ച് ഞാൻ ഒരു വ്യക്തി ആരാധനയുടെ ആളല്ല. അദ്ദേഹത്തെക്കുറിച്ച് അങ്ങനെ പറയുമ്പോൾ ഞാൻ എൻ്റെ പാർട്ടി സെക്രട്ടറി, എൻ്റെ പൊളിറ്റ് ബ്യൂറോ മെമ്പർ, എൻ്റെ പ്രതിപക്ഷ നേതാവായിരുന്ന ആൾ എന്നീ നിലകളിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിയിട്ടാണ് ഞാൻ അദ്ദേഹത്തെക്കുറിച്ചൊരു ഡോക്യുമെൻ്ററി തയ്യാറാക്കിയത്. വ്യക്തി ആരാധന വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ VS ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പക്ഷേ അത് ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ചേർന്ന രീതിയല്ല. പിണറായിയിലുള്ള കമ്മ്യൂണിസ്റ്റുകാരനെ ആ സമയത്ത് ബ്രാൻഡ് ചെയ്യപ്പെടണം എന്നുള്ളത് ഒരു സംഘം പ്രവർത്തകരുടെ ആവശ്യമായിരുന്നു. കാരണം കൃത്യമായിട്ട് ആ ഡോക്യുമെൻ്ററി യുവതയോട് എന്താണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ പിണറായി എന്ന് പറയേണ്ട ബാധ്യതയുണ്ടായിരുന്നു ആ സമയത്ത്. അത് നിർവഹിക്കുക എന്നതാണ് ഞാൻ ചെയ്തത്. അത് കൃത്യമായിട്ട് നിർവഹിച്ചു. അത് അദ്ദേഹത്തിൻ്റെ സതീർത്ഥ്യരായ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന 12 സാധാരണ മനുഷ്യർക്ക് പിണറായിയിലെ അവരിലൂടെയാണ് ആ കഥ രൂപപ്പെടുത്തിയത്. അത് അതിൻ്റെ ധർമ്മം നിറവേറ്റി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ അവരെല്ലാം എടുത്ത എഫർട്ട് കോൺഷ്യസ് മൈൻഡിലും അൺകോൺഷ്യസ് ആയിട്ടുള്ള മൈൻഡിലും, കാരണം എല്ലാവരും പ്രായമായവരാണ്, പലരും പറഞ്ഞു വരുമ്പോഴെല്ലാം കോൺഷ്യസ് മൈൻഡിലേക്ക് വരുമ്പോൾ അവരുപയോഗിച്ചിരുന്ന പിണറായി എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റിനെ എടുത്തു കാണിച്ച ആർജവം ഈ അടുത്ത കാലത്തായി ആ ഡോക്യുമെൻ്ററി നമ്മളെ നോക്കി ചിരിക്കുന്ന പോലെ എനിക്ക് തോന്നി. കാരണം ആ മനുഷ്യരെല്ലാം നമ്മുടെ മുഖത്ത് നോക്കി നീയൊക്കെ വിഡ്ഢിയാണടാ, ഇപ്പോൾ കാണിച്ചു കൂട്ടുന്ന കണ്ടില്ലേ, അത് വർത്തമാനകാലത്തെക്കുറിച്ചൊക്കെ അറിയേണ്ട ബാധ്യതയുള്ള ഈ ഡോക്യുമെൻ്ററി സംവിധായക നീ ഇതൊന്നും കാണുന്നില്ലല്ലോ എന്നുള്ള ഒരു ഇളിച്ച് കാണിക്കൽ അതിലുണ്ട്. അത് കുറേ ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഈ ഡോക്യുമെൻ്ററിയും കൊണ്ട് നടക്കുന്നത് ശരിയല്ല. കമ്മ്യൂണിസ്റ്റുകാരൻ മരിച്ചിരിക്കുന്നു, ആ ഡോക്യുമെൻ്ററി നമുക്ക് പ്രതീകാത്മകമായിട്ട് പിൻവലിച്ച് കളയാം. അത്രയും ഞാൻ ചെയ്തിട്ടുള്ളൂ. ഇത് അതിൽ കിട്ടുന്ന പബ്ലിസിറ്റിക്ക് വേണ്ടി തന്നെയാണ്. ആ പബ്ലിസിറ്റി കൊണ്ടെങ്കിലും എവിടെയെങ്കിലും കണ്ണുകൾ തുറക്കുന്നുണ്ടെങ്കിൽ, എവിടെയെങ്കിലും ഒരു പ്രതിഷേധത്തിൻ്റെ ഈ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ അതുണ്ടാവാൻ വേണ്ടിയാണ്. അത് ഉണ്ടാവട്ടെ. അല്ലാതെ എൻ്റെ ഈ ഒറ്റപ്പെട്ട സൗണ്ട് കൊണ്ടൊന്നും മൊത്തമായിട്ടുള്ള ഈ വലിയ പ്രസ്ഥാനം മൊത്തം അങ്ങ് ശുദ്ധീകരിച്ച് കളയാമെന്നുള്ള തോന്നൽ എനിക്കില്ല. അങ്ങനെ തോന്നുന്നത് ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ചേർന്ന ശൈലിയുമല്ല. പിന്നെ മാഷ് നേരത്തെ പറയണ്ടായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വന്ന അതിലുള്ള പാർട്ടിക്കുള്ളിലുള്ള ആളുകളും ബഹളം വെച്ചില്ല എന്ന്. ഞങ്ങളങ്ങനെ ബഹളം വയ്ക്കുന്നവരല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് ഞാൻ ഇന്നുവരെ ഒരക്ഷരം ആ പാർട്ടിക്കുള്ള വേദികളിലല്ലാതെ ഞങ്ങൾക്ക് സംസാരിക്കാൻ പാടില്ല. അത് ആ വേദികളിലേ സംസാരിച്ചിട്ടുള്ളൂ. അത് കേൾക്കേണ്ട ആളുകൾ കേട്ടിട്ടുണ്ട്, അല്ലാത്തത് തള്ളേണ്ട അവർ തള്ളിയിട്ടുമുണ്ട്. പക്ഷേ അതിലും ആ കാര്യങ്ങളിലും ഒരു കുറവ് വന്നു കഴിഞ്ഞപ്പോൾ, അവിടെയും ശബ്ദങ്ങൾ കേൾക്കാൻ ആളുകളില്ല എന്നുള്ളൊരു തോന്നൽ വന്നപ്പോൾ അതിൽ നിന്ന് ഭംഗിയായിട്ട് പുറത്തു വന്നു. മെമ്പർഷിപ്പ് പുതുക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. മെമ്പർഷിപ്പ് ഈ പ്രാവശ്യം പുതുക്കിയില്ല. അതിനുശേഷം ആ സമയം മുതൽ ഈ ഇലക്ഷൻ സമയം കടന്ന് ഒരാഴ്ച വരെ ഞാനിത് പുറത്തു വിടണോ പറയണോ എന്നുള്ള ആലോചിച്ച് നടക്കുകയായിരുന്നു. പറഞ്ഞാൽ ഇത് ഒരു അനക്കം ഉണ്ടാക്കും.
ആ അനക്കം ഉണ്ടാവട്ടെ എന്ന് അവസാനം തീരുമാനിച്ചു. അതിൻ്റെ ചില ഭവിഷ്യത്തുകളൊക്കെ ഇപ്പം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ഭീഷണികളുണ്ട്. അതൊക്കെ വരട്ടെ, നമുക്കത് കാണാം. അത്രേ ഇതിലുള്ളൂ. അപ്പോൾ ശ്രീ KR സുഭാഷ്, താങ്കൾ പറയുന്നത് പാർട്ടിയിൽ ഒരു ശുദ്ധീകരണത്തിന് വേണ്ടി ശ്രമിക്കുന്നവരുടെ എണ്ണം ഈ താങ്കളുടെ ഈ നിലപാട് കൊണ്ട് ഒരാൾ കൂടുമെങ്കിൽ അങ്ങനെ കൂടട്ടെ, അങ്ങനെ ഒരു തിരുത്തൽ പ്രക്രിയയ്ക്ക് ഏതെങ്കിലും തരത്തിൽ വിദൂരമായെങ്കിലും ഒരു കാരണക്കാരനാകാൻ കഴിയുമെങ്കിൽ അങ്ങനെ ആകട്ടെ എന്ന് കരുതിയാണ് ഈ ഡോക്യുമെന്ററി പിൻവലിച്ചതെന്നാണല്ലോ. ശ്രീ KR സുഭാഷ്, ഇപ്പോൾ ഈ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഉയരുന്നതും ഏറ്റവും കൂടുതൽ നിരീക്ഷണങ്ങൾ വരുന്നതുമൊക്കെ പിണറായി ശൈലിയെക്കുറിച്ചാണ്. ആ ശൈലി മാറ്റണമെന്ന ആവശ്യത്തെക്കുറിച്ചാണ്. അത് ഇതുവരെ മിണ്ടാതിരുന്ന പലരും ഈ കാര്യത്തിൽ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ വെളിച്ചത്തിൽ അവർ കുറെ കൂടി ശബ്ദത്തോടുകൂടി, മേക്കിംഗ് ഇറ്റ് മോർ ലൗഡ്, കുറെ കൂടി ശബ്ദത്തോടുകൂടി അവർ ആ ആവശ്യം ഉന്നയിച്ച് വരികയാണ്. അങ്ങനെ എല്ലാ കുറ്റവും പിണറായിയിലേക്ക് ആരോപിക്കപ്പെടുമ്പോൾ പാർട്ടിയിലെ ദുഷ്പ്രവണതകൾ, അതിന് നേതൃത്വം കൊടുത്ത നേതൃനിരയിലെ മറ്റുള്ളവർ, തിരുത്തേണ്ട സമയത്ത് തിരുത്തപ്പെടാതെ കുറ്റകരമായി മൗനം പാലിച്ചവർ, ഇവരൊക്കെ ഒരു അർത്ഥത്തിൽ രക്ഷപ്പെടുകയല്ലേ? സത്യത്തിൽ അവരാണ് പ്രതികൾ. പിണറായി മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം പിണറായി വടിയെടുക്കുമ്പോൾ നിശബ്ദനായി എനിക്ക് കിട്ടുന്നത് ഞാൻ ഭക്ഷിച്ച് എനിക്ക് കിട്ടുന്ന അധികാര സ്ഥാനങ്ങളിൽ ഞാൻ കയറിയിരുന്നോളാം എന്ന് കരുതി എല്ലാം ബ്രാഞ്ച് മുതൽ അങ്ങ് മേൽ കമ്മിറ്റികളിലെല്ലാം തന്നെ അച്ചടക്കത്തോടുകൂടി വിനീതദാസരായിട്ടിരിക്കുന്ന ഈ നേതാക്കളാണ് ഈ പിണറായി ഈ നിലയ്ക്കാക്കിയത്. പിണറായി ഇന്ന് പോകുന്ന പോക്ക് ഈ നേതാക്കളുടെ മാത്രം ഉത്തരവാദിത്വമാണ്. അന്ന് അതിൻ്റെ ഉള്ളിൽ ശബ്ദിച്ച ആളുകൾക്ക് യാതൊരു വിലയും ഇല്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അവരെല്ലാം പലരും പുറത്തു പോയിരിക്കുന്നു. ഇന്ന് ആജ്ഞാനുവർത്തികളായിട്ടുള്ള ആളുകൾ മാത്രമേ സംഘടനയുടെ വിവിധ തട്ടുകളിലുള്ളൂ. അഥവാ ശബ്ദിക്കാൻ താല്പര്യമുള്ളവർ നിശബ്ദരായിരുന്ന് മൗനികളായി കാര്യങ്ങൾ കേൾക്കുക മാത്രം ചെയ്യുന്നു. അതവരുടെ കുറവുകൊണ്ടല്ല. കാരണം ശബ്ദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ തലതെറിക്കും. അത് സംഭാവ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെ മുന്നിൽ അതിന് ഉള്ള തെളിവുകളുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പിണറായി മാത്രം പറഞ്ഞതോ, പിണറായിക്ക് അതിന് വഴിവെച്ചു കൊടുത്ത ആളുകളെ കാണാൻ ആദ്യം പറയുന്നുണ്ട്. പിന്നെ പിണറായിയുടെ ശൈലി പണ്ടും ഇന്നും ആ കാർക്കശ്യത്തിൻ്റെ ശൈലി അന്നുമുണ്ട് ഇന്നുമുണ്ട്. അത് ഒരു പരിധി വരെ കേരളീയ സമൂഹം അംഗീകരിച്ചു കൊടുത്തിട്ടില്ല. എല്ലാവരെ കാണുമ്പോഴും ചിരിക്കുക, എല്ലാവരും കാണുമ്പോൾ തോളത്ത് കൈയിടുക, അങ്ങനെ ഒരു ശൈലി അങ്ങേർക്കില്ല. പക്ഷേ ആ ശൈലി ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം വ്യക്തിയിലേക്ക് ചുരുങ്ങുകയും അദ്ദേഹത്തിൽ കമ്മ്യൂണിസ്റ്റുകാരൻ ഇല്ലാതാവുകയും ചെയ്തു എന്നതാണ് ആ ഒരു പരിവർത്തനമാണ് ഇന്നത്തെ ഈ അവസ്ഥയ്ക്ക്, ഈ ചർച്ചയ്ക്ക് കാരണം. ശ്രീ സെബാസ്റ്റ്യൻ പോൾ, പിണറായിയിലെ കമ്മ്യൂണിസ്റ്റുകാരൻ അസ്തമിച്ചതാണ് നിലവിലെ ഈ തിരിച്ചടിക്കൊരു കാരണമെങ്കിൽ അതിലെ ഉത്തരവാദികളായവർ ആരൊക്കെ എന്നൊരു ചോദ്യമുണ്ടല്ലോ. പാർട്ടി സംവിധാനത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്ക് പാർട്ടിയുടെ അതിരുകൾ ഭേദിച്ച് വളരാനുള്ള സാഹചര്യമില്ലല്ലോ, അങ്ങനെ ഉണ്ടാകാൻ പാടില്ലല്ലോ. അപ്പോൾ പാർട്ടി സംവിധാനത്തിനകത്ത് എന്ത് സംഭവിക്കുന്നു എന്നതിലേക്ക് കൂടുതൽ ആഴത്തിലുള്ള ഗൗരവമുള്ള ആലോചനകളും തിരുത്തൽ നടപടികളും ഉണ്ടാകേണ്ടതല്ലേ? ഇപ്പോൾ കണ്ണൂരിലെ സംഭവങ്ങളെ ചൂണ്ടിക്കാണിച്ചാണ് ബിനോയ് വിശ്വം എങ്ങനെയാണ് നമ്മുടെ അധോലോകം ബന്ധം ഈ ചെങ്കൊടിക്ക് അപമാനമായി മാറുന്നത് എന്ന ഒരു പ്രശ്നം അദ്ദേഹം മുന്നോട്ട് വെക്കുകയാണ്. അവിടെ പല നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ടവരുണ്ട്. ഈ പാർട്ടിക്കകത്തുള്ള ഈ അപജയത്തിന് കാരണക്കാരായ മറ്റു പലരുമുണ്ട്. അതിലെ പുഴുക്കുത്തുകളുണ്ട്. അവരെല്ലാം തന്നെ വേറൊരർത്ഥത്തിൽ എവിടെയോ അവർ വെള്ളപൂശപ്പെടുന്നു. എല്ലാ കുറ്റങ്ങളും എല്ലാ ആരോപണങ്ങളും പിണറായിയിലേക്കും അദ്ദേഹത്തിൻ്റെ കർക്കശ ശൈലിയിലേക്കും വന്നു വീഴുന്നു. അപ്പോൾ യഥാർത്ഥ കുറ്റവാളികൾ ആരാണ്? എവിടെ നിന്നാണ് തിരുത്തൽ ഉണ്ടാകേണ്ടത്? സ്റ്റൈൽ ഈസ് ദ മാൻ എന്നൊരു പ്രയോഗം ഇംഗ്ലീഷിലുണ്ട്. അത് ഈ സാഹിത്യ നിരൂപണത്തിലൊക്കെയാണ് ഇത് ഉപയോഗിക്കാറുള്ളത്. അതെ, GK ചെസ്റ്റേട്ടനാണെന്ന് തോന്നുന്നു സംബന്ധിച്ചും അത് ശരിയാണ്. പിണറായിക്ക് ഒരു ശൈലിയുണ്ട്. അത് ആരാണ്? അതെ, GK ചെസ്റ്റേട്ടനാണെന്ന് തോന്നുന്നു. ഐ എം നോട്ട് ഷുവർ. അതെ, പിണറായിക്കൊരു ശൈലിയുണ്ട്. അതെനിക്കും പേരുറപ്പില്ല. കാരശ്ശേരി മാഷ് എന്ന് പറയാൻ കഴിയുമായിരിക്കും അത്. അപ്പോൾ പിണറായിക്കൊരു ശൈലിയുണ്ട്. ആ ശൈലിയിലാണ് പിണറായി വിജയൻ എന്ന നേതാവ് രൂപപ്പെട്ടു വന്നത്. ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടതുപോലെ ആ ശൈലിക്ക്, കർക്കശ സ്വഭാവമുള്ള ആ ശൈലിക്ക് കേരളത്തിലെ പൊതുസമൂഹം അല്ലെങ്കിൽ രാഷ്ട്രീയ കേരളം
അംഗീകാരം കൊടുത്ത നിരവധിയായ അവസരങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ അദ്ദേഹം 2ാം വട്ടം മുഖ്യമന്ത്രിയായി ഇരിക്കുന്നത് തന്നെ. പക്ഷേ ഒരു വ്യക്തി ഒരു രാഷ്ട്രീയമായ ഒരു തെരഞ്ഞെടുപ്പ് പരാജയം ഉണ്ടാകുമ്പോൾ അത് ആ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയുടെ ശൈലിയുടെ കുഴപ്പമാണ്. ആ ശൈലിയുടെ ഉടമസ്ഥനെ ആസ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നൊക്കെ പറഞ്ഞാൽ അത്ര എളുപ്പം നടക്കുന്ന കാര്യമൊന്നുമല്ല. ആ വക കാര്യങ്ങളെക്കുറിച്ച് വളരെ കൂലങ്കഷമായി തന്നെ പഠിക്കുകയും ചർച്ച നടത്തുകയും തീരുമാനമെടുക്കുകയും ചെയ്യുന്ന പാർട്ടിയാണ് CPIM. നമുക്ക് അറിയാമല്ലോ, പശ്ചിമ ബംഗാളിൽ ജ്യോതി ബസു എന്ന അതികായൻ അവിടെ നിൽക്കെ തന്നെയാണ് അദ്ദേഹത്തെ അധികാരത്തിൽ നിന്ന് നീക്കം ചെയ്ത് ബുദ്ധദേവ് ഭട്ടാചാർജിയെ മുഖ്യമന്ത്രിയാക്കി കൊണ്ടുവന്നത്. അപ്പോൾ അത്തരം കടുത്ത തീരുമാനങ്ങൾ, ദൂരവ്യാപകമായ ഫലമുളവാക്കുന്ന രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കാൻ പ്രാപ്തിയും കെൽപ്പുമുള്ള പാർട്ടി തന്നെയാണിത്. നമ്മളിപ്പോൾ ഈ ചർച്ചയിലും അല്ലെങ്കിൽ ബിനോയ് വിശ്വം ഉന്നയിച്ച ഈ ആക്ഷേപങ്ങൾ, ആ വിമർശനങ്ങൾ എല്ലാം തന്നെ അത് CPIMന്റെ കേന്ദ്ര കമ്മിറ്റിയിൽ വരെ ഉന്നയിക്കപ്പെട്ട് കഴിഞ്ഞ വിഷയങ്ങളാണ്. അത് ജില്ലാ കമ്മിറ്റികൾ ചർച്ച ചെയ്തിരിക്കുന്നു, പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്തിരിക്കുന്നു, കേന്ദ്ര കമ്മിറ്റി ചർച്ച ചെയ്തിരിക്കുന്നു. തീരുമാനങ്ങൾ എടുക്കാൻ ആ പാർട്ടിക്ക് കെൽപ്പുണ്ട്, ആ പാർട്ടിക്ക് കരുത്തുമുണ്ട്. കാരണം ആത്മഹത്യാപരമായ ഒരു പാതയിലൂടെ അല്ല ആ പാർട്ടി സഞ്ചരിക്കുന്നത്. ആ പാർട്ടിയെക്കുറിച്ച് ഇപ്പോൾ KR സുഭാഷിയുടെ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന് വന്നിരിക്കുന്ന ഒരു നിരാശ അല്ലെങ്കിൽ മോഹഭംഗം അത് നിരവധി പേർക്ക് ഉണ്ടായിട്ടുണ്ടാകണം. അതുകൊണ്ടാണല്ലോ വോട്ട് ഈ രീതിയിൽ വന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ച പരാജയത്തിന് പിണറായി വിജയന്റെ ശൈലി മാത്രമാണ് കാരണം, അല്ലെങ്കിൽ പിണറായി വിജയൻ മാത്രമാണ് കാരണക്കാരൻ എന്ന വിലയിരുത്തലിനോട് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല. അത് ഓരോ മണ്ഡലത്തിലും അതിൻ്റെതായ കാരണങ്ങൾ ഉണ്ടാകും. ഇപ്പൊ എറണാകുളത്ത് വമ്പിച്ച തോതിൽ അഭൂതപൂർവമായ രീതിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിച്ചതിന് പിന്നിൽ അതിൽ പിണറായി വിജയന്റെ ശൈലിയുണ്ടോ? അല്ലെങ്കിൽ ആലത്തൂര് CPM ജയിച്ചപ്പോൾ അത് പിണറായി വിജയന്റെ ശൈലിയുടെ പോരായ്മ അവിടുത്തെ വോട്ടർമാർ അറിയാതിരുന്നത് കൊണ്ടാണ്. നമുക്ക് ഓരോ മണ്ഡലത്തിനും അതിൻ്റെതായ കാരണങ്ങളുണ്ടാകും, പൊതുവായ കാരണങ്ങളുമുണ്ട്. 2024 തെരഞ്ഞെടുപ്പിൽ അത് ഇന്ത്യ മുന്നണി എന്ന പേരിൽ ഒരു മുന്നണി ശക്തമായി രംഗത്ത് വന്നിരിക്കുന്നു. അതിന് കോൺഗ്രസ് നേതൃത്വം നൽകുന്നു. നരേന്ദ്രമോദിയെ BJP ഭരണത്തെ ഒന്ന് മെരുക്കിയെടുക്കുക എന്നത്, അല്ലെങ്കിൽ നിയന്ത്രിക്കുക, കഴിയുമെങ്കിൽ പുറത്താക്കുക, അത് ഇന്ത്യയിലെ ജനങ്ങളുടെ ആവശ്യമായിരുന്നു. ആ രീതിയിൽ ജനങ്ങൾ ചിന്തിക്കുമ്പോൾ ഒരുപക്ഷെ CPIM ഒക്കെ അപ്രസക്തമായി അവർക്ക് തോന്നിയിട്ടുണ്ടാകുമായിരിക്കാം. അതിനർത്ഥം നാളെ ഒരു തെരഞ്ഞെടുപ്പിൽ, ഇനിയും വരാനുള്ള തെരഞ്ഞെടുപ്പുകൾ കേരളത്തിൽ കോൺഗ്രസും CPIM തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുമ്പോൾ വിജയം കോൺഗ്രസിന് തന്നെയായിരിക്കും എന്ന് ആർക്കെങ്കിലും ഇപ്പോൾ ഉറപ്പ് പറയാൻ കഴിയുമോ? അങ്ങനെയൊന്നും പറയാൻ കഴിയില്ല. ജയപരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 20ൽ 18 സീറ്റ് LDF നേടിയ ഒരു കാലമുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഒരു സീറ്റിലേക്ക് ഒതുങ്ങിയിരിക്കുന്നു. എല്ലാ കാലത്തും ആ അവസ്ഥ അതേപടി നിലനിൽക്കും എന്ന് കരുതാനും കഴിയില്ല. അവിടെ നമ്മൾ പിണറായി വിജയന്റെ ശൈലി എന്ന ഒറ്റ കാരണം മാത്രം ചർച്ച ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കാവുന്നതോ അല്ലെങ്കിൽ പരിഹാരം നിർദ്ദേശിക്കാവുന്നതുമായ രാഷ്ട്രീയ പ്രതിസന്ധിയിൽ അല്ല ഇപ്പോൾ CPIM അകപ്പെട്ടിരിക്കുന്നത്. പക്ഷേ സെബാസ്റ്റ്യൻ പോൾ സാർ, താങ്കൾ പറഞ്ഞു പാർട്ടി ഒരു ആത്മഹത്യയുടെ പാതയിലൊന്നുമല്ല. പക്ഷേ സുതാര്യമായ ഒരു സ്വയം വിമർശനത്തിന് എത്രത്തോളം ഒരു തുറന്ന മനസ്സോടുകൂടി ഈ പാർട്ടിക്ക് അതിന് കഴിയുന്നുണ്ട് എന്നൊരു ചോദ്യം പ്രസക്തമാണല്ലോ. ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റിയിൽ തന്നെ ഈ പരാജയത്തിന്റെ പ്രധാന കാരണമായി 2 കാരണങ്ങളാണ് കേരള ഘടകം വാദങ്ങളായി അവതരിപ്പിച്ചത്. ഒന്ന്, കേന്ദ്രത്തിന്റെ സാമ്പത്തിക നയങ്ങളിലെ നയങ്ങൾ ഉണ്ടാക്കിയ പ്രതിസന്ധി. 2, ഈ ഇന്ത്യ സഖ്യത്തിനോടൊപ്പം കോൺഗ്രസിനെ മുന്നിൽ നിർത്തിയുള്ള ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണെന്ന തോന്നൽ ന്യൂനപക്ഷ വോട്ടുകൾ വലിയ തോതിൽ കോൺഗ്രസിലേക്ക് പോകാൻ ഇടവരുത്തിയെന്നത്. അവിടെയാണ് കേന്ദ്ര കമ്മിറ്റി തീരുമാനിക്കുന്നത് ഭരണവിരുദ്ധ വികാരം എന്നൊന്നുണ്ടോ, കേരളത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നതിലേക്കുള്ള അന്വേഷണം അവിടെ വരാൻ പോവുകയാണ്. മാത്രമല്ല, ഇപ്പോൾ ബിനോയ് വിശ്വം പറഞ്ഞതിൽ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു രാഷ്ട്രീയ പ്രശ്നം, അത് പാർട്ടിയുടെ പരമ്പരാഗത വോട്ട് ബാങ്കുകളിൽ അടിസ്ഥാന വർഗം വിശ്വസിച്ചിരുന്ന ഇടതുപക്ഷത്തിന് വലിയ ചോർച്ച സംഭവിച്ചിരിക്കുന്നു. ആ വോട്ടുകൾ ഇനി തിരിച്ചു വരുമോ എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പിലെ മറ്റൊരു സാങ്കത്യം, ഇവിടെ ഒരു NDAക്ക് ഒരു സീറ്റ് കിട്ടിയിരിക്കുന്നു, BJPക്ക് ഒരു സീറ്റ് ഉണ്ടായിരിക്കുന്നു എന്നതാണ്. അവിടെ കോൺഗ്രസ് ഉന്നയിക്കുന്ന ആരോപണം BJPക്ക് പാലം ഇട്ടുകൊടുത്തത് CPIM ആണെന്നാണ്. താങ്കൾക്കറിയാമല്ലോ, BJPയുടെ പുതിയ കർമ്മ പദ്ധതി തന്നെ പാർട്ടി ഗ്രാമങ്ങളിൽ നേതാക്കളെ ഇറക്കി BJPക്ക് അനുകൂലമായ നീക്കങ്ങൾ നടത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളിലേക്ക് അവർ കടക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ CPIM എന്ന പാർട്ടിയുടെ കേരളത്തിലെ നിലനിൽപ്പിനെ അടിസ്ഥാനപരമായി ബാധിക്കുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികളും അഗ്നി പരീക്ഷകളുമല്ലേ? ഇതിനെ അങ്ങനെ ലളിതമായി കാണാൻ കഴിയുമോ ശ്രീ സെബാസ്റ്റ്യൻ പോൾ? അല്ല, അങ്ങനെ ഇത്
ലളിതമായി കാണരുത്, ലളിതവൽക്കരിക്കരുത് എന്ന് തന്നെയാണ് ഈ ചർച്ചയിൽ എൻ്റെ ഈ നിലപാട്. ഒരു പരാജയം സംഭവിക്കുമ്പോൾ അതൊരു നിസ്സാര പരാജയമല്ല. അതിന്റെ കാരണം എന്ത് തന്നെയാണെങ്കിലും ഒരു നിസ്സാര പരാജയമല്ല. ആ പരാജയത്തിന് അതൊരു ഭരണവിരുദ്ധ വോട്ടാണ്, ഒരു ഭരണവിരുദ്ധ വിധിയെഴുത്താണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അതിനെ നിസ്സാരവൽക്കരിക്കുന്നത് അത് കേവലമായ രാഷ്ട്രീയ നിലപാട് മാത്രമായി മാറും. അതിനപ്പുറത്തേക്ക് കാരണങ്ങളുണ്ട്. അതിൽ ഒരു കാരണം ഞാൻ ചൂണ്ടിക്കാണിച്ചത്, ഇന്നത്തെ സാഹചര്യങ്ങളിൽ നരേന്ദ്രമോദിക്കെതിരെ ഒരു വോട്ട് ചെയ്യുക എന്ന പോസിറ്റീവായ ഒരു നിലപാടിൽ ഇന്ത്യയിലെ വോട്ടർമാർ എത്തിച്ചേർന്നപ്പോൾ അവർക്ക് അവിടെ എവിടെയാണ് വോട്ട് ചെയ്യേണ്ടത് എന്ന് അവർക്കറിയാമായിരുന്നു. അത് അവരുടെ പൊളിറ്റിക്കൽ വിസ്ഡം, രാഷ്ട്രീയ വിവേകം, അതിന്റെ അടിസ്ഥാനത്തിൽ അവർ ഇപ്പോൾ വോട്ട് ചെയ്യേണ്ടത് കോൺഗ്രസിനാണ് എന്ന് അവർക്കറിയാമായിരുന്നു. ഇപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ അടിയന്തരാവസ്ഥ ചർച്ച ചെയ്യുന്ന ദിവസങ്ങളാണല്ലോ. 1977 എവിടെയാണ് വോട്ട് ചെയ്യേണ്ടത് എന്ന് അന്നത്തെ ഇന്ത്യൻ വോട്ടർമാർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് കോൺഗ്രസ് അതിന്റെ ചരിത്രത്തിൽ നേരിടാത്ത ഏറ്റവും വലിയ പരാജയം അവർക്ക് നേരിടേണ്ടി വന്നത്. അതുകൊണ്ട് നമുക്ക് ജനങ്ങളുടെ ആ വിലയിരുത്തലിനെ അങ്ങനെ വില കുറച്ച് കാണാൻ കഴിയില്ല. അതുകൊണ്ട് പിണറായി വിജയൻ എന്ന വ്യക്തിയുടെ ശൈലിയുടെ പോരായ്മ, അസ്വീകാര്യത, അത് നിമിത്തമാണ് ഇത് സംഭവിച്ചത് എന്ന് മാത്രം പറയുന്നത് അത് രാഷ്ട്രീയ എതിരാളികൾക്ക് എളുപ്പത്തിൽ പറഞ്ഞു പോകാവുന്ന ഒരു ന്യായം എന്നതിനപ്പുറം അതിന് സമ്പൂർണമായ സാധുത നൽകാൻ ഞാൻ തയ്യാറല്ല. കാരശ്ശേരി മാഷ്, ഈ കേരളത്തിൽ പിണറായി വിജയന്റെ വിമർശകർ പറയുന്നത് അദ്ദേഹം കേരളത്തിൽ മുണ്ടുടുത്ത മോദിയാണ് എന്നതാണ്. എന്താണോ മോദി ശൈലി, അതേ ശൈലി പിണറായിക്കും കേരളത്തിലുണ്ട് എന്നതാണ്. ഇപ്പോൾ ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഡോക്ടർ ജിൻഡോ ജോൺ ഏതാണ്ട് ആ ഒരു സമാനതകളെക്കുറിച്ച് അദ്ദേഹം ഇവിടെ സൂചിപ്പിക്കുകയും ചെയ്തു. എങ്ങനെയാണോ അവിടെ ലോക്സഭാ സ്പീക്കർ പെരുമാറിയത് അതുപോലെ ഇവിടെ നിയമസഭാ സ്പീക്കർ പെരുമാറുന്നു. എന്താണോ കേന്ദ്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, മന്ത്രിമാരുടെ പ്രവർത്തനങ്ങളോ അവരുടെ പ്രവർത്തനക്ഷമതയോ ഒന്നും പുറത്തേക്ക് വരാതിരിക്കുന്നത്, അത് തന്നെ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് മോദി എന്താണോ അതിൻ്റെ ഒരു ഫോട്ടോ കോപ്പിയായി കേരളത്തിൽ പിണറായി വിജയൻ മാറുന്നു എന്നുള്ളതാണ്. ആ വിമർശനങ്ങളും ആ നിരീക്ഷണങ്ങളോടും എത്രത്തോളം താങ്കൾ യോജിക്കുന്നുണ്ട്? കാരണം പിണറായിയുടെ ശൈലി എന്ന് പറഞ്ഞത് ഇന്നോ ഇന്നലെയോ രൂപപ്പെട്ടതല്ല, അത് കാലങ്ങളായി അദ്ദേഹത്തോടൊപ്പം ഉള്ളതാണ്, അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമാണ്. പിന്നെ പിണറായി വിജയൻ്റെ ഒരു ശൈലിയും ഭരണശൈലിയും ഒക്കെയാണ് തുടർഭരണം കേരളത്തിന് കൊടുത്തതെങ്കിൽ സ്വാഭാവികമായി പാർട്ടിയും സംവിധാനങ്ങളും ഒക്കെ കുറെ കൂടി അദ്ദേഹത്തിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുകയോ അദ്ദേഹത്തെ ആശ്രയിക്കുകയോ ചെയ്യുന്നത് സ്വാഭാവികമായി രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്ന ഒന്നാണ്. തിരിച്ചടി ഉണ്ടായി, എല്ലാവരും നേരെ തിരിഞ്ഞു. അതല്ലേ കേരളത്തിൽ സംഭവിച്ചത്? ഗോപികൃഷ്ണൻ ഇപ്പോൾ മുണ്ടെടുത്ത മോദി എന്നൊക്കെയുള്ളത് വളരെ അതിശയോക്തി നിറഞ്ഞൊരു കാര്യമാണ്. തീർച്ചയായിട്ടും ജനാധിപത്യ വിരുദ്ധമായി ഇപ്പോഴത്തെ LDF ഗവൺമെന്റ് പെരുമാറുന്നുണ്ട്. ഞാൻ എൻ്റെ ഒരു ഉദാഹരണം പറയാം. റെയിൽവേ എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ വകുപ്പാണ്. അവരുടെ അറിവോ അനുവാദമോ ഇല്ലാതെ റെയിൽവേ സംബന്ധമായി യാതൊരു പണിയും ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ആർക്കും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ കേരയിൽ വരുന്നു എന്ന് പറഞ്ഞു, അതിന്റെ മഞ്ഞ കുറ്റി അടിക്കുന്നത് വലിയൊരു പ്രശ്നമായി. കാരണം അവരുടെ അനുവാദം കിട്ടിയിട്ടില്ല. അപ്പൊ ആ കുറ്റി അടിക്കാൻ വേണ്ടി മാത്രം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 42.8 ലക്ഷം രൂപ ചെലവാക്കി. എവിടെയൊക്കെ തെരുവ് യുദ്ധം ഉണ്ടായെന്ന് ആലോചിച്ചു. ഈ സമയത്ത് LDFിലെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ നേതാവ് ഇത് ആവശ്യമില്ല എന്ന് പറയുന്നില്ല, പറഞ്ഞിട്ട് നമ്മൾ അറിയുന്നില്ല. അപ്പോ പിണറായി വിജയൻ കത്തിജ്വലിക്കുന്ന സൂര്യനാണ്, അദ്ദേഹം ദൈവമാണ്, ദൈവത്തിന്റെ വരദാനമാണ്, കാരണഭൂതനാണ് എന്നൊക്കെ പാട്ടുപാടുകയും പാടിപ്പോഴുത്തുകയും ചെയ്യുന്ന ആളുകൾക്ക് ഇതിൽ ഉത്തരവാദിത്തമല്ലേ? എല്ലാം പിണറായി പിണറായി എന്ന് പറഞ്ഞാൽ പറ്റൂ. അപ്പോ ഞാൻ പറയുന്നത്, രാഷ്ട്രീയം എന്ന് പറഞ്ഞത് തെരഞ്ഞെടുപ്പ് മാത്രമല്ല. നമ്മളിപ്പോ ചർച്ച ചെയ്യുമ്പോഴൊരു പ്രശ്നം, തെരഞ്ഞെടുപ്പിൽ എങ്ങനെ ജയിക്കും, എന്തുകൊണ്ട് തോറ്റു, എങ്ങനെ തോൽവി ഒഴിവാക്കാം. നീതി ഉറപ്പാക്കാൻ വേണ്ടിയുള്ള പൊതുപ്രവർത്തനം വേണം, സമത്വം ഉറപ്പാക്കാനുള്ള പൊതുപ്രവർത്തനം വേണം, ജനങ്ങളെ ശാക്തീകരിക്കണം, ജനങ്ങളെ ബോധവൽക്കരിക്കണം. ഇതൊന്നും ഇപ്പൊ നടക്കുന്നില്ല. ഇപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് ഏതാണ്? വികസനം എന്നാണ്. വികസനം എന്താ? വികസനം എന്ന് പറഞ്ഞാൽ റോഡ് ഉണ്ടാക്കുക, പാലുണ്ടാക്കുക, എയർപോർട്ട് ഉണ്ടാക്കുക. അത് വേണ്ടേ? വേണം. അത് മാത്രം മതിയോ? പോരാ. അപ്പൊ ഞാൻ പറയാം, ഒരു ഉദാഹരണം പറഞ്ഞാൽ, പിണറായി ഗവൺമെന്റിൽ, ക്ഷമിക്കണം, മോദി ഗവൺമെന്റിൽ, രണ്ടാം മോദി ഗവൺമെന്റ് ഭരിക്കുന്ന കാലത്ത് 6ാമത്തെ വട്ടം MP ആണ് ബ്രിജ്ഭൂഷൺ. അദ്ദേഹം വളരെ മോശമായി സ്ത്രീകളോട് പെരുമാറിയെന്ന് ഇവിടുത്തെ ലോകപ്രസിദ്ധരായ ഗുസ്തി താരങ്ങൾ സാക്ഷി മാലിക്കിനെ പോലെ ഒരു പരാതി കൊടുത്തിട്ട് അതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല. ആകെ ചെയ്തെന്താ? അദ്ദേഹത്തിന്റെ മകന് സീറ്റ് കൊടുത്തു. അദ്ദേഹം തോറ്റു എന്നാണ് എൻ്റെ അറിവ്.
ഇവിടെ കേരളത്തിൽ ആലോചിച്ച് നോക്കൂ, ഇവിടുത്തെ വാളയാറിലെ കുട്ടികളുടെ കാര്യത്തിൽ എന്താ ഉണ്ടായത്? കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ബലാത്സംഗം ചെയ്യപ്പെട്ട ഒരു ആശുപത്രിയിൽ പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് കിടക്കുന്ന ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്ത കേസ്, അവരിന്നും തെരുവിലാണ്. ഹർഷിന എന്ന് പേരായ ഒരു സ്ത്രീയുടെ വയറ്റിനകത്ത് കത്രിക വെച്ച് തുന്നിയുന്ന ഒരു കേസുണ്ട്. ഇതൊക്കെ എത്ര ലളിതമായിട്ട് എത്ര എളുപ്പം പരിഹരിക്കാം. അപ്പം ഞാൻ പറയുന്ന കാര്യം, ഇത്തരം കാര്യങ്ങൾ ശൈലജ ടീച്ചർ ആയിരുന്നെങ്കിൽ ഉണ്ടാവുകയില്ല എന്നാണ് എൻ്റെ വിചാരം. അപ്പോൾ ശൈലജ ടീച്ചർ അല്ലെങ്കിൽ ജി സുധാകരൻ അല്ലെങ്കിൽ തോന്മാരായ കാര്യമുള്ള ആളുകൾ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നു. അവരുടെ കൂടി പ്രവർത്തനം കൊണ്ടാണ് തുടർഭരണം കിട്ടിയത്. അവരൊക്കെ ഒഴിവാക്കുക ചെയ്തത്. അതിനെതിരായിട്ട് ആരെങ്കിലും വല്ലതും ചോദിച്ചോ? പരിചയമില്ലാത്തവരും ഇപ്പോൾ ആലോചിച്ച് നോക്കൂ. ഞാനൊരു പേര് പറയാണ്. ഇപ്പോൾ നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ് സജി ചെറിയാൻ. അദ്ദേഹം ഭരണഘടനയെ പറ്റി പറഞ്ഞത് എത്ര എത്ര നിന്ദ്യമാണെന്ന് ആലോചിച്ച് നോക്കുക. അദ്ദേഹം കേരളത്തിന് കൃഷി ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ അദ്ദേഹം പറയാണ് എഴുത്തും വായന അറിയാത്ത കുട്ടികൾ 10ാം തരം പാസ്സാവും. ഒരു മന്ത്രിക്ക് പറയാൻ പാടില്ല. അദ്ദേഹം ആ പ്രശ്നം തിരുത്തേണ്ട ആളാണ്, മന്ത്രിയാണ് അദ്ദേഹം. അപ്പോൾ ഇവിടുത്തെ ഉത്തരവാദിത്തത്തിന്റെ ഒരു ഊക്ക് ഞാൻ പറഞ്ഞുതരാം. ഇവിടുത്തെ DPI പറഞ്ഞു സ്വന്തം പേരെഴുതാനും വായിക്കാനും അറിയാത്ത ആൾ A+ കിട്ടി പാസ്സാകുന്നുണ്ട്. അപ്പോൾ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി എന്താ ചെയ്തത്? അദ്ദേഹത്തിന്റെ ആ ഓഡിയോ ലീക്കായത് എങ്ങനെയെന്ന് അന്വേഷിക്കുക. അല്ലാതെ തൊട്ടടുത്ത വീട്ടിലെ 10ാം തരം പാസ്സായ ഒരു കുട്ടിയെ വിളിച്ചിട്ട് നീ നിന്റെ പേരെഴുത്, അല്ലെങ്കിൽ മാതൃഭൂമി പത്രം വായിക്കുക, അല്ലെങ്കിൽ മനോരമ പത്രം വായിക്കുക എന്ന് പറയാണ് വേണ്ടത്. അതാണ് അന്വേഷിക്കേണ്ടത്. അപ്പോൾ ഈ തരത്തിൽ ആലോചിച്ച് നോക്കൂ, ഗവൺമെന്റ് എന്താണെന്ന്. SLC പരീക്ഷയുടെ റിസൾട്ട് പ്രഖ്യാപിക്കുമ്പോൾ ശ്രീ ശിവൻകുട്ടിക്ക് അറിയാം എത്ര പേർക്ക് +1 അഡ്മിഷൻ വേണം. ആ +1 അഡ്മിഷന് സൗകര്യമില്ല എന്ന് അറിയാത്ത ഗവൺമെന്റാണ്. എന്നിട്ട് SFI അടക്കമുള്ള ആൾ സമരം ചെയ്യുമ്പോഴാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ അത്ര കാര്യപ്രാപ്തി ഇല്ലാത്ത, പിടിപ്പില്ലാത്ത ഒരു ഗവൺമെന്റാണ് 2ാം പിണറായി ഗവൺമെന്റ്. 1ാം പിണറായി ഗവൺമെന്റിനെ പറ്റി പലതും നല്ലത് പറഞ്ഞ ഒരാളാണ് ഞാൻ. അത് ഞാൻ വിശ്വസിച്ച് പറഞ്ഞാണ്. ഉദാഹരണം പറയാൻ, നിപ വന്നപ്പോൾ, കോവിഡ് വന്നപ്പോൾ ഒക്കെ ശൈലജ ടീച്ചർ എങ്ങനെയാണ് പെരുമാറിയെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ അവരുടെ ഭാഗത്തു നിന്നൊരു വീഴ്ച വന്നിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിന് പകരം യാതൊരു പരിചയവും ഇല്ലാത്ത ആളുകളാണ് ഈ സ്ഥാനങ്ങളിലൊക്കെ വരുന്നത്. അതെന്തുകൊണ്ട് വരുന്നു? എൻ്റെ ഊഹം അങ്ങനെ വരാനിടയാക്കിയത് ഈ പിണറായി ശൈലിയാണ്. കാരണം അദ്ദേഹത്തെക്കാൾ പ്രാപ്തിയുള്ള ആരും മന്ത്രിസഭയിൽ വേണ്ട. ഇത് എൻ്റെ ആരോപണമാണ്. എനിക്ക് കണ്ടിട്ട് മനസ്സിലായ ഒരു കാര്യമാണ്. അപ്പൊ അത്തരം കാര്യങ്ങളെ പാർട്ടിക്കകത്തും മുന്നണിക്കകത്തും വിമർശിക്കണം. ആ വിമർശനമില്ല. അപ്പോൾ സുഭാഷ് പറഞ്ഞ അച്ചടക്കത്തിന്റെ കാര്യമാണ്. റഷ്യയിൽ എന്താണ് സംഭവിച്ചതെന്ന് പഠിച്ചാൽ മനസ്സിലാവും. കമ്മ്യൂണിസ്റ്റുകാർ എപ്പോഴും ചരിത്രത്തിൽ ആണയിടുന്ന ആളുകളാണ്, ചരിത്രം ഉയർത്തിപ്പിടിക്കുന്ന ആളുകളാണ്. എന്താണ് ബംഗാളിൽ നിന്ന് പഠിച്ചത്? അത് ത്രിപുരക്കാർ പഠിച്ചോ? ഇല്ല. ബംഗാളിലെ കാര്യങ്ങൾ ത്രിപുരക്കാർ പഠിച്ചില്ല. ഈ 2 സംസ്ഥാനങ്ങളിലെ കാര്യം കേരളീയരും പഠിച്ചില്ല. ഇതാണ്. അപ്പോ നന്ദിഗ്രാമിൽ എന്താണ് ഉണ്ടായെന്ന് ആലോചിച്ചാൽ അറിയാം ഇവിടുത്തെ കാര്യങ്ങൾ. ആ മഞ്ഞക്കുറ്റി അടിക്കാൻ പോകുമ്പോൾ നന്ദിഗ്രാമിലെ വെടിവെപ്പിന്റെ എന്തെങ്കിലും ഒരു കാര്യം ഓർത്തിരുന്നെങ്കിൽ ആ കുറ്റി അടിക്കാൻ പോകില്ല. ആ കുറ്റി അടിച്ചിട്ട് എന്ത് പ്രയോജനം ഉണ്ടായത്? നേതാക്കന്മാർക്ക് എന്താണ് പണി? ഇപ്പോ ഞാനൊന്ന് ഇടപെടട്ടെ മാഷേ. അതെ, ഒരു ചെറിയ ഇടവേള. കാരശ്ശേരി മാഷെ, ഞാൻ ഡോക്ടർ ജിൻഡോ ജോണിലേക്ക് ഒന്ന് പോകാം. അതിനു മുമ്പ് മാഷ് ഒന്ന് പൂർത്തിയാക്കിയിട്ട്. അല്ല, ഞാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ഗോപീകൃഷ്ണൻ, രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് അധികാരം നേടലും അതിൻ്റെ സുഖഭോഗങ്ങൾ അനുഭവിക്കലും ആണ് എന്ന തെറ്റിദ്ധാരണ പാർട്ടികൾക്കുണ്ടെന്ന് പറയാൻ വേണ്ടിയാണ് കമ്മ്യൂണിസ്റ്റുകാർ പണ്ട് പാർലമെന്ററി വ്യാമോഹം എന്ന് പറഞ്ഞത്. ആ പാർലമെന്ററി വ്യാമോഹം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാതയിൽ നിന്നുള്ള വ്യതിയാനമാണ് എന്ന് അവർക്ക് നേരത്തെ അറിയാം. അവരാണ് ഈ വാക്കുകളൊക്കെ നമ്മളെ പഠിപ്പിച്ചത്. അപ്പോൾ ഞാൻ പറയുന്നത്, പാർട്ടിക്കകത്ത് ഇപ്പോൾ വിമർശിച്ചു. ആലപ്പുഴയിൽ വിമർശനം ഉണ്ടായി, കണ്ണൂരിൽ വിമർശനം ഉണ്ടായി. ഇപ്പോൾ ഒരു ഉദാഹരണം അടിച്ചു. കണ്ണൂരിൽ 1 കൊല്ലം മുമ്പ് എഴുതി കൊടുത്താണ് മനു തോമസ്. ആ മനു തോമസിന് എന്തുണ്ടായി? ഒരു മറുപടി കിട്ടില്ല. അദ്ദേഹം അംഗത്വം പുതുക്കിയില്ല. അപ്പോൾ അതിനകത്ത് ജനാധിപത്യമല്ല, അത് വേണമല്ലോ. പാർട്ടിക്കകത്ത് ജനാധിപത്യം വേണമല്ലോ. ഉൾപാർട്ടി ജനാധിപത്യം എന്നൊരു വാക്ക് അവരുണ്ടാക്കി. അപ്പോൾ പിന്നെ ഞാൻ ആവർത്തിക്കുകയാണ്, ചരിത്രവൽക്കരിക്കുക എന്ന് കമ്മ്യൂണിസ്റ്റുകാർ എപ്പോഴും പറയുന്നതാണ്. അപ്പൊ ചരിത്രത്തിൽ നിന്ന് അവരെന്താണ് പഠിക്കുന്നത്? ചൈനയിൽ നിന്ന്, ഉത്തര കൊറിയയിൽ നിന്ന്, റഷ്യയിൽ നിന്ന്, ബംഗാളിൽ നിന്ന്, ത്രിപുരയിൽ നിന്ന്, പിന്നെ റുമാനിയയിൽ നിന്ന്, ഇതൊക്കെ ഒരുപാട് ഉദാഹരണങ്ങളില്ലേ. അവിടെയൊക്കെ
ഏകാധിപതികളും ഈ തരത്തിലുള്ള സുഖഭോഗങ്ങളിൽ മുങ്ങിയവരും പലതരത്തിൽ അക്രമങ്ങൾ കാണിച്ചവരും സ്വേച്ഛാധിപത്യം കാണിച്ചവരും ഒക്കെ എങ്ങനെയാണ് അവരുടെ വാക്കുപയോഗിച്ച് പറഞ്ഞാൽ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയപ്പെട്ടത് എന്ന് ഇവർ പ്രസംഗിക്കുകയും പ്രബന്ധം എഴുതുകയും ചെയ്തിട്ടാണ് നമ്മളൊക്കെ പഠിച്ചത്. അപ്പൊ ഈ സംഗതി പാർട്ടിക്കകത്ത് പാർട്ടിയോട് സ്നേഹമുള്ള ഒരാള്, നേതാവിനെയോ മന്ത്രിയെയോ പേടിക്കാത്ത ഒരാള് അതിനകത്ത് വേണമല്ലോ. അങ്ങനെ 10 ആള് 10 സ്ഥലത്ത് ഉണ്ടാകുമ്പോഴാണ് അത് തിരുത്തപ്പെടുക എന്ന് പറയുന്നത്. അതെ, അതിന്റെ സാധ്യതകളുണ്ടോ എന്നുള്ളതാണ്. ഡോക്ടർ ജിൻഡോ, പക്ഷേ ഞാനൊന്ന് ഡോക്ടർ ജിൻഡോയിലേക്ക് അധോലോക ബന്ധങ്ങളാണ് വരുന്നത്. ഡോക്ടർ ജിൻഡോ, ഈ ഇന്നിപ്പോൾ കെ മുരളീധരന്റെ ഒരു പ്രതികരണം കണ്ടത് തൃശ്ശൂരിൽ BJPക്ക് ഒരു സീറ്റ് കിട്ടിയതിന്റെയും ഉത്തരവാദിത്വം CPM-നാണ് എന്നതാണ്. BJPക്ക് പാലം ഇട്ടുകൊടുത്തത് CPIM ആണ് എന്നാണ്. കാരണം പൂരം കലക്കി അവർക്ക് ഒത്താശ ചെയ്തു കൊടുത്തുവെന്ന്. ആ പാപഭാരവും പിണറായിയുടെ തലയിൽ കെട്ടിവെക്കുകയാണോ കോൺഗ്രസ്? തൃശ്ശൂരിൽ മാത്രമല്ല, കേരളത്തിലെമ്പാടും BJPക്ക് അനുകൂലമായിട്ടൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നത് കേരളത്തിലെ BJPക്കാരുടെ പ്രവർത്തനം കൊണ്ട് മാത്രമല്ല, CPM നയിക്കുന്ന സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള ഒരു ജനവിധി കൂടി കേരളത്തിലുണ്ടായിരുന്നു. മോദി സർക്കാരിനെതിരായിട്ടുള്ള ജനവിധിയുടെ ഭാഗമായിട്ട് തെരഞ്ഞെടുപ്പിൽ ആളുകൾ വോട്ട് ചെയ്യുന്നതിനോടൊപ്പം കേരളത്തിലെ സംസ്ഥാന സർക്കാരിനെ കൂടി ജനങ്ങൾ വിലയിരുത്തിയിരുന്നു. അതുകൊണ്ടാണ് പൂരം കലക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ഒരുക്കി കൊടുത്ത് മാത്രമല്ല, കരുവന്നൂരിലെ ബാങ്ക് കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും തുടർന്ന് നടന്ന നടപടിക്രമങ്ങളും ഇതെല്ലാം ഇതിലൊരു ഘടകം മാത്രമാണ്. ഞാൻ പറയുന്നത് നമ്മുടെ ചർച്ചയൊക്കെ പിണറായി വിജയനിലെ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ചോർന്നു പോയി എന്നുള്ള രീതിക്ക് മാത്രം സങ്കുചിതമാക്കപ്പെടാതെ ഈ മാർക്സിസ്റ്റ് പാർട്ടിയിലുള്ള കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ചോർന്നു പോയ അവസ്ഥയെക്കുറിച്ച് കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. കാരണം കേരളത്തിൻ്റെ ഇടത് മനസ്സാക്ഷിയുടെ ഒപ്പം എല്ലാ കാലത്തും ഈ പറഞ്ഞ ഇടത് പാർട്ടികൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന കോൺഗ്രസ്സുകാരാണ് ഞങ്ങളൊക്കെ. ഇവിടെ കോൺഗ്രസ് മാത്രം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് മാത്രം മതിയായിരുന്നു. നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു, ഇപ്പോൾ ഏക പാർട്ടി ഭരിക്കുന്ന രാജ്യമായിട്ട് ഇതിനെ മാറ്റാമായിരുന്നല്ലോ. അങ്ങനെയൊന്നുമല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇപ്പോഴെന്തുകൊണ്ടാണ് ഇന്ത്യ മുന്നണി രൂപീകരിക്കുന്നത്? ഇവരുൾപ്പെടെയുള്ള മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ നിലനിൽക്കുമ്പോൾ തന്നെ ഈ രാജ്യത്തെ ജനാധിപത്യ ക്രമത്തിൽ ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പക്ഷേ പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഒരാളുടെ മൂല്യങ്ങൾ ചോർന്നുപോയി, അദ്ദേഹം മാത്രമാണ് ഇതിൽ കുറ്റവാളി എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ വിരൽ ചൂണ്ടി നിർത്തുമ്പോൾ ഈ മാർക്സിസ്റ്റ് പാർട്ടിയിൽ ബാക്കി ഇതിന് മൗനം ഭജിച്ചുകൊണ്ട് കൈയടിക്കുന്ന ആളുകളില്ലേ, അവർക്കും കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ചോർന്നു പോയി എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ഈ പാർട്ടി അവരങ്ങനെ മനസ്സിലാക്കിയില്ലെങ്കിൽ പിണറായിലെ പാറപ്പുറത്ത് തുടങ്ങി ആ പാർട്ടി പിന്നീട് പിണറായി വിജയനിൽ അവസാനിക്കുന്ന ഗതികേടിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇനിയും തിരുത്തണം എന്ന് ഇവരോട് പറയുന്നത്, ഇവർ തിരുത്തി ഇവർ നന്നായി ഇനിയും ഇവർക്കൊരു തുടർഭരണം കിട്ടണം എന്നുള്ള ആഗ്രഹത്തിനല്ല. ഇങ്ങനെ ഒരു പാർട്ടിയും കേരളത്തിൽ ഉണ്ടാകണം. ഇവിടെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളോടൊപ്പം പ്രതിപക്ഷ ചേരിയിലോ ഭരണപക്ഷ ചേരിയിലോ ഒക്കെ ഇത്തരം രാഷ്ട്രീയ പാർട്ടികളുടെ അഭിപ്രായങ്ങൾ കൂടി ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പിന്നെ എല്ലാ കുറ്റവും പിണറായി വിജയൻ്റെ മാത്രമാണെന്ന് പറയുന്ന ഈ ജില്ലാ കമ്മിറ്റികളുടെ റിവ്യൂ മീറ്റിംഗും അഭിപ്രായ പ്രകടനമൊക്കെ കാണുമ്പോൾ നമുക്ക് പുച്ഛമാണ് തോന്നുന്നത്. കാരണം ഒരു ഫാസിസ്റ്റ് ആകുന്നത് അയാളുടെ നയപരിപാടികൾ നടപ്പാക്കുമ്പോൾ മാത്രമല്ല, അയാൾക്ക് വേണ്ടിയിട്ട് മൗനാനുവാദം കൊടുക്കുന്ന കണ്ടു നിന്ന് കൈയടിച്ച ആളുകൾ എല്ലാവരും ഇതിൽ ഉത്തരവാദികളാണ്. അത് നമ്മൾ ഹിറ്റ്ലറുടെ ഫാസിസവും ഹിറ്റ്ലറുടെ നാസിസവും അല്ലെങ്കിൽ മുസോളിനിയുടെ ഫാസിസവും ഒക്കെ പരിശോധിക്കുമ്പോൾ മനസ്സിലാകും. ഒരു ജനത അല്ലെങ്കിൽ അവരുടെ പാർട്ടി അണികളൊക്കെ അവർ നടത്തിയ എല്ലാ തോന്നിവാസങ്ങൾക്കും കൈയടിക്കുകയും മൗനാനുവാദം കൊടുക്കുകയും കണ്ടു നിൽക്കുകയൊക്കെ ചെയ്ത ആളുകളാണ്. അപ്പോൾ ഏറ്റവും വലിയ ഫാസിസ്റ്റ് പിണറായി വിജയനാണ് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ഈ മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഇത്രയും കാലം മിണ്ടാതെ ഇതിന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച ആളുകളാണ് പിണറായി വിജയനേക്കാൾ വലിയ ഫാസിസ്റ്റ് എന്നുള്ള കാര്യത്തിൽ നമ്മൾ ഒരു സംശയവും വിചാരിക്കേണ്ട കാര്യമില്ല. കെ ആർ സുഭാഷ്, ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ തെരഞ്ഞെടുപ്പിൽ ഇടതു മുന്നണിക്കേറ്റ തിരിച്ചടിയുടെ പ്രധാന കാരണക്കാരൻ പിണറായി വിജയനാണോ? പിണറായി വിജയൻ മാത്രമല്ല, പിണറായി അടങ്ങുന്ന ഇപ്പോഴത്തെ 2ാം മന്ത്രിസഭയിലെ എല്ലാ അംഗങ്ങൾക്കും കൂട്ടായിട്ടുള്ള ഉത്തരവാദിത്തം. പക്ഷേ പിണറായിക്ക് സെൻഡ് ഓഫ് കൊടുക്കേണ്ട സമയത്ത് സെൻഡ് ഓഫ് കൊടുക്കാതെ ഈ കാണിച്ചു കൂട്ടിയ അംഗങ്ങളെല്ലാം നമ്മൾ കണ്ടിരുന്നു എന്നുള്ളതാണ് ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് പറ്റിയ തകരാറ്. കാരണം ഇപ്പോൾ പലരും വിമർശിക്കപ്പെടുന്ന പോലെ ഇതിൻ്റെ ഉള്ളിൽ നിന്നോ പുറത്തു നിന്നോ സംസാരിച്ചില്ല. ആസന്ന മരണം അനിവാര്യമായിരിക്കുന്നൊരു ഘട്ടത്തിൽ അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാണ് ഞങ്ങൾ. കാരണം ഈ പ്രസ്ഥാനം ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് നിലനിൽക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയിട്ടാണ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ പുറത്തേക്ക് വന്നത്. ഉള്ളിൽ സംസാരിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ പിണറായിൽ മാത്രം ഒതുക്കി നിർത്താതെ ഇതിന് കൂട്ടുത്തരവാദികളായിട്ടുള്ള എല്ലാവരും സ്വയം വിമർശനപരമായിട്ട് ഇത് ഉൾക്കൊള്ളുകയും അവർ തിരുത്തലിന് തയ്യാറാവുകയും ചെയ്യണം. പിന്നെ പാർട്ടി ഈ 75 വയസ്സ് എന്ന് പറഞ്ഞ് തീരുമാനിച്ചു വെച്ചതാണെന്ന് വെറുതെ ആലോചിച്ച് തീരുമാനിച്ചു വെച്ചതല്ല. പക്ഷേ പിണറായിക്ക് കൃത്യമായിട്ട് അറിയാം
ഇനി അത് എൻ്റെ റിട്ടയർമെൻറ്റ് ടൈമായി പരമാവധി എന്നിലെ ഏകാധിപതിക്ക് ചെയ്യാവുന്നത്, എന്നിലെ അച്ഛന് ചെയ്യാവുന്നത് എൻ്റെ കുടുംബത്തിന് എന്തെങ്കിലും ഉണ്ടാക്കി വയ്ക്കുക എന്നുള്ളതാണ്. അത് അദ്ദേഹം ശ്രമിക്കുന്നു. കാരണം അങ്ങേർക്ക് കൃത്യമായിട്ട് മറ്റുള്ളവരും ചെയ്യുന്നത് എന്താണെന്ന് ബോധ്യം വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന മൂല്യ ശോഷണം ഞാനടക്കമുള്ള ഇവിടുന്ന് എന്നിൽ നിന്ന് തുടങ്ങി അങ്ങ് മുകളിലേക്ക് എത്തുന്ന എല്ലാവരിലേക്കും ബാധകമാണ്. ആ മൂല്യശോഷണം സ്വയം പരിശോധിച്ച് സ്വയം വിലയിരുത്തി ആ കറക്ഷൻ തയ്യാറാവുക എന്നുള്ളതാണ്. അല്ലാതെ ഇപ്പം ഞാൻ ഈ എന്ന് പറയുന്ന എൻ്റെ നേർക്ക് കത്തി ഉയർത്താൻ നിന്നു കഴിഞ്ഞാൽ അത് എന്നിൽ തീരും. പക്ഷേ പ്രസ്ഥാനം ഒന്നുമല്ലാതെ ചവിറ്റുകൊട്ടയിലേക്ക് തള്ളും. അതുണ്ടാവാതിരിക്കാൻ കൂടിയാണ് ഞാൻ. ശരി, ഇടതുപക്ഷത്തിന്റെ പരിസരത്ത് നിന്ന് ഉയരുന്ന മുറവിളികൾ തിരുത്തലിനായിട്ടുള്ളതാണെങ്കിൽ അതാരൊക്കെ കേൾക്കും, എങ്ങനെ തിരുത്തപ്പെടും? കാത്തിരുന്ന് കാണാം. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഈ ദിവസത്തെ മുഴുവൻ വാർത്തകളും സമഗ്രമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന വാർത്താമഴയുടെ നേരമാണ്. ഡോക്ടർ ഉന്മേഷ് ശിവരാമനുണ്ട് വാർത്താമഴയുമായി പ്രേക്ഷകർക്കൊപ്പം. വ്യത്യസ്തമായൊരു വിഷയവുമായി എൻകൗണ്ടർ ഇനി നാളെ ഇതേ സമയം. ഗുഡ് നൈറ്റ്.